السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشوارعه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, നല്ലൊരു പ്രസംഗമാണ് CM ഇബ്രാഹിം സാഹിബ് ഉള്ളാളത്ത് വെച്ച് പ്രസംഗിച്ച പ്രസംഗമാണ്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളുടെ ദറജ ഉയർത്തുമാറാകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ദുനിയാവും ആഖിറവും ഖൈറിലും ബർക്കത്തിലും റാഹത്തിലുമാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കുറച്ച് അതിന്റെ ഇടക്ക് ബുധനാഴ്ച പറയാൻ വിട്ടുപോയൊരു കാര്യം, ചൊവ്വാഴ്ച ലാസ്റ്റ് ടൈമില് നമ്മുടെ ബഹുമാനപ്പെട്ട കീശേരി ഒരു ഇഷ്കാരി ചോദിച്ചിരുന്നു. അതായത് മുജാഹിദീങ്ങൾ ആരൊക്കെയോ പ്രചരിപ്പിക്കുന്ന ഒരു കിംവദന്തി ബഹുമാനപ്പെട്ട ത്വൽഖ് ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഗുഹ്യസ്ഥാനം തൊട്ടാ wudu മുറിയില്ല, ആ ഹദീസിന്റെ ബലവും ബലഹീനതയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന പുസ്തകങ്ങളുണ്ട് എന്നൊക്കെ. അപ്പോ ബുധനാഴ്ചയാണല്ലോ നമ്മൾ ഗുഹ്യസ്ഥാനം തൊടുന്നതിനെ പറ്റിയും സ്ത്രീകളെ തൊടുന്നതിനെ പറ്റിയൊക്കെ ഓതിയത്. അന്ന് പറയാന്ന് പറഞ്ഞു, പക്ഷേ അത് സമയമില്ലാത്തത് കൊണ്ട് ശ്രദ്ധ വിട്ടുപോയി. ഇന്ന് തുടക്കത്തിൽ അതിനെപ്പറ്റി 2 വാക്ക് നിഷ്പക്ഷമതികളും സത്യാന്വേഷികളുമായ ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ, അല്ലാതെ വാശിക്കാരെ കാണാൻ തൊപ്പിക്കൊടോളം വട്ടത്തിൽ കണ്ടാലും അവര് സ്വീകരിക്കൂല, നമുക്ക് സംശയം തീരാൻ വേണ്ടിയിട്ട്. അതായത് ഗുഹ്യസ്ഥാനം തൊട്ടാൽ മുങ്കയ്യന്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ wudu മുറിയും. അതിന് തെളിവായി ഷാഫി മദ്ഹബ് അടിസ്ഥാനപരമായി ഉദ്ധരിക്കുന്നത് ബുസ്ര ബിന്തു സഫ്വാൻ റളിയല്ലാഹു തആല അൻഹ എന്ന മഹദി ഉദ്ധരിക്കുന്ന ഫർജഹു ഫല്യതവല്ലഹ് എന്നും മറ്റൊരു റിവായത്തിൽ ദക്കറഹു ഫല്യതവല്ലഹ് എന്നതും ആയ ഈ ഹദീസാണ് മുഖ്യമായി ഉദ്ദേശം. ഈ ഹദീസിനെ പറ്റി ഇല്ലാത്ത ഒരു ഊഹാപോഹം ഉണ്ടാക്കി തെറ്റിദ്ധാരണ പരത്തുകയും ത്വൽഖ് ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അറാബി ബദുക്കളിൽപ്പെട്ട ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ വന്ന് ഒരു സംശയം ചോദിക്കുകയുണ്ടായി. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ തന്റെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ wudu മുറിയുമോ എന്ന് ചോദിച്ചപ്പോ അൽ ഹുവ ഇല്ലാ ബിദ്അത്തുൻ മിൻക, അത് നിന്റെ ശരീരത്തിന്റെ ഒരു അവയവം, അതിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയല്ലേ, അതുകൊണ്ട് എങ്ങനെ wudu മുറിയുന്നു എന്ന ആശയം. ഈ ഹദീസാണ് സഹീഹ്, അതുകൊണ്ട് തൊട്ടാ wudu മുറിയില്ല എന്നതാണ് ശരീർ. ഇങ്ങനെയാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കൽ. അതിനെപ്പറ്റി വിശദമായി പറയാൻ പറ്റുന്നില്ല, ഒരുപാട് സമയം ആവശ്യമുള്ളതാ. ചുരുക്കി പറഞ്ഞാൽ ത്വൽഖ് ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി, ഇമാം തുർമുദി ഉൾപ്പെടെയുള്ള ഒരുപാട് ഹാഫിളീങ്ങൾ അത് പരമ്പര ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, സഹിഹല്ല.
അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാര് പറയുന്നത് ആ ഹദീസ് പരമ്പര സഹിഹാണ്. പക്ഷേ ആ ഹദീസിൽ പറയുന്ന നിയമം മൻസൂഖാണ്. ഹദീസിന്റെ പരമ്പര സഹിയായാൽ തന്നെ ആദ്യകാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു നിയമം പിന്നീട് പുതിയ ഹദീസിലൂടെയോ ഖുർആനിലൂടെയോ തിരുത്തുന്ന നസ്ഖ് എന്നത് ഇസ്ലാമിൽ പല കാര്യങ്ങളിലുമുണ്ട്. അങ്ങനെ ഗുഹ്യസ്ഥാനം മുങ്കയിന്റെ പള്ള കൊണ്ട് തൊട്ടാൽ വുദൂറിയില്ല എന്ന് അർത്ഥം കുറിക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ തൽഖ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് ശരി തന്നെ. പക്ഷേ അത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അഥവാ ഹിജ്റ നടന്ന ഉടനെ മദീന ജീവിതത്തിന്റെ പ്രാരംഭത്തിലുണ്ടായ ഒരു സംഭവം ആണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ മഹദിയായ ബുസ്റ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് മം മസ്സ ദക്കറഹു ഫലിയതവല്ലഹി എന്ന റിവായത്തുണ്ട്, മം മസ്സ ഫർജഹു ഫലിയതവല്ലഹി എന്ന റിവായത്തുണ്ട്. അതോടുകൂടി ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മം മസ്സ ഫർജഹു ഫലിയതവല്ലഹി എന്ന് തന്നെയും ഉണ്ട്. ഇവിടെ ബുസ്റ റളിയല്ലാഹു തആല അൻഹ ഹദീസിനെ പറ്റിയിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു മർവാൻ ബിൻ ഹക്കമുമായി കൊണ്ടൊരു ചർച്ച നടക്കുന്നു മദീനയിൽ. മദീനയുടെ അമീറായിരുന്ന ഗവർണറായിരുന്ന മർവാൻ പറയുന്നു ഗുഹ്യസ്ഥാനം തൊട്ടാൽ വുദു മുറിയും എന്ന്. അപ്പോ മഹാനായ ഉർവത്ത് റളിയല്ലാഹു തആല അൻഹു മർവാനോട് ചോദിച്ചു, നീ എന്തടിസ്ഥാനത്തിലാണ് ഗുഹ്യസ്ഥാനം തൊട്ടാൽ വുദു മുറിയും എന്ന് പറയുന്നത്? അപ്പൊ അവർ പറഞ്ഞു ബഹുമാനപ്പെട്ട ബുസ്റ ബിൻത് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹ മുഹാജിറാത്തുകളിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പ്രത്യേകം ബൈഅത്ത് ചെയ്ത സ്ത്രീകളിൽപ്പെട്ട മഹദിയാണ് ബുസ്റ. അവര് പറയുന്നത് ഞാൻ കേട്ടു, മം മസ്സ ദക്കറഹു ഫലിയതവല്ലഹി എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട ബുസ്റ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ആ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോ മർവാൻ പൊതുവെ അത്ര സ്വീകാര്യനായ ഒരാളല്ലല്ലോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉർവത്ത് റളിയല്ലാഹു അൻഹു സംശയം ഉന്നയിച്ചപ്പോൾ സംശയ നിവാരണത്തിന് വേണ്ടി തന്റെ അംഗരക്ഷകരിൽപ്പെട്ട ഒരു ഭടനെ മർവാൻ ബുസ്റ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് അയച്ചു. അന്ന് ബുസ്റ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ അടുത്തേക്ക് അയച്ചു. പോയി ഈ ഭടൻ തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, അമീർ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ബുസ്റ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അത് ഞാൻ നേരിൽ കേട്ടു എന്ന്. ഇത് വെച്ചിട്ട് ഈ ആക്ഷേപക്കാര് പറയാം, മർവാൻ സ്വീകാര്യനല്ലാത്തതുപോലെ തന്നെ തികച്ചും നീതിമാൻ എന്ന് പറയാൻ പറ്റാത്ത ഒരു ഭരണാധികാരിയുടെ അംഗരക്ഷകനായ ഒരു സൈനികൻ സ്വീകാര്യനാവാൻ നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്ന്. പക്ഷെ ഇത് ഇവര് മുജാഹിദീകളാലും പറയേണ്ട ആവശ്യമില്ല. ഹദീസ് പണ്ഡിതന്മാർക്ക് ആ കാര്യം നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് മർവാൻ നേരിട്ട് പറഞ്ഞെങ്കിലും മർവാൻ പറഞ്ഞത് പോരാഞ്ഞിട്ട് തന്റെ അംഗരക്ഷകനെ നേരിട്ട് ബുസ്റ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുറത്തിലേക്ക് അയച്ച് അദ്ദേഹം ഒന്ന് വിവരം പറഞ്ഞിട്ടും തനിക്കത് പൂർണ്ണ ബോധ്യം വരാതെ ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു നേരിട്ട് തന്നെ ബുസ്റ ബിൻതു സഫ്വാൻ റളിയല്ലാഹു തആല അൻഹയുടെ സമീപത്ത് പോവുകയും അവിടുന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മം മസ്സ ദക്കറഹു ഫലിയതവല്ലഹി എന്ന് പറയുന്നത് അവിടുന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ബുസ്റ റളിയല്ലാഹു തആല അൻഹയോട് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നേരിട്ട് ചോദിക്കുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി വ്യക്തമായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയും ചെയ്തു. ഈ സനദ് സഹിഹ. അപ്പോൾ
ഇവിടെ മർവാന്റെ അംഗരക്ഷകനായ സൈനികനോ ഈ സനദിൽ പ്രസക്തരേ അല്ല. മറിച്ച് നേരിട്ട് സഹാബിയത്തും മുഹാജിറത്തും മുബായിഅത്തുമായ ബുസ്റ ബിൻത് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു നേരിട്ട് കേട്ട ശുദ്ധമായ പട്ടുപോലത്തെ കുറ്റമറ്റ സനദാണ് ബുസ്റ ബിൻത് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും റിവായത്ത് ചെയ്യുന്ന ഹദീസ്. ഇനിയോ എന്നതുപോലെ തൽഖ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസും സഹിഹാണ് എന്ന് വന്നാൽ തൽഖ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹു ആദ്യകാല മുഹാജിരീങ്ങളിൽപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 2-ാം വർഷം പള്ളി വിപുലീകരണം നടത്തുന്ന സമയത്ത് അതിന്റെ മുമ്പ് ഹിജ്റ വന്നവരിൽപ്പെട്ട ആളാണ് തൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ പള്ളിക്ക് വേണ്ടി ഇഷ്ടികക്ക് പകരം ഒന്ന് കട്ടയാണ്. അങ്ങനെ കട്ട മുറിക്കുമ്പോൾ ആ പണിയിൽ വിദഗ്ധനായ തൽഖ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹുവിനെ മണ്ണ് കൂട്ടാനും ചവിട്ടിയൊപ്പിച്ച് കട്ട മുറിക്കാനും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പ്രോത്സാഹനം നൽകി അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യകാലത്തെ മുഹാജിറുകളിൽപ്പെട്ട തൽഖ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹു ആ ഘട്ടത്തിൽ വന്ന് ചോദിച്ച ഒരു ബദുവായ അറാബിയോട് പറഞ്ഞ മറുപടി കേട്ടത് ശരിയാണ്, സനദ് ശരിയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 7-ാം വർഷത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ച് ഹിജ്റ വന്ന ആളാണ്. ഇസ്ലാമിന്റെ അവസാന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന ഘട്ടത്തിൽ ഹിജ്റ വന്നവരിൽപ്പെട്ടവരാണ്. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നുണ്ട് മമ്മസ്സ ഫർജഹു വലിയതവല്ല. അതുപോലെ തന്നെ സഫിയ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാം മതം സ്വീകരിക്കുന്നതും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിവാഹം കഴിക്കുന്നതും ഹിജ്റ 5-ാം വർഷത്തിൽ 6-ാം വർഷത്തിന് ശേഷമാണ്. അവരും റിവായത്ത് ചെയ്യുന്നു മമ്മസ്സ ഫർജഹു വലിയതവല്ല. ഇങ്ങനെ പിൽക്കാലത്ത് വന്ന സ്വഹാബത്തൊക്കെ റിവായത്ത് ചെയ്യുന്നത് ഗുഹ്യസ്ഥാനം തൊട്ടാൽ വുദു എടുത്തുകൊള്ളണം എന്ന് കൽപ്പിക്കുന്നതായത് കൊണ്ട് തൽഖ് ബിൻ അലി റളിയല്ലാഹു അൻഹു റിവായത്തിൽ ഹദീസ് സഹിയാണെന്ന് സമ്മതിച്ചാൽ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അത് ഇസ്ലാമിന്റെ ആദ്യകാലത്തെ നിയമമായിരുന്നു. പിന്നീട് അത് ദുർബലമാക്കപ്പെടുകയും തൊട്ടാൽ വുദു മുറിയും എന്ന നിയമം നിലവിൽ വരികയും ചെയ്തപ്പോൾ നബി തങ്ങൾ പറയുന്നത് കേട്ട ആളാണ് ബുസ്റ റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് 2 ഹദീസും സഹിയാണ്. ആദ്യത്തെ വുദു മുറിയില്ല എന്ന ഹുക്മ് മൻസൂഖാണ്, വുദു മുറിയും എന്ന നിയമമാണ് നിലവിലുള്ളത്. അതിന്റെ തെളിവ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ബഹുമാനപ്പെട്ട സഫിയ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ഗുഹ്യസ്ഥാനം തൊട്ടാൽ വുദു മുറിയും എന്ന് ഹദീസ് റിവായത്ത് ചെയ്യുന്നു. അത് ഇസ്ലാമിന്റെ അവസാന കാലത്ത് നബി തങ്ങളുമായി ബന്ധപ്പെട്ടവരും ഇസ്ലാമിലേക്ക് വന്നവരും ഹിജ്റ വന്നവരും ഒക്കെയാണ്. അവരത് പറയുന്നു. അതേസമയത്ത് തൽഖ് റളിയല്ലാഹു തആല അൻഹു കേട്ടത് തുടക്കത്തിൽ ഹിജ്റ 1-ാം വർഷത്തിലുമാണ്. അപ്പൊ ആദ്യമുണ്ടായിരുന്ന നിയമം പുതിയ നിയമം കൊണ്ട് ദുർബലപ്പെട്ടതാണ്. അതുകൊണ്ട് വുദു മുറിയും എന്ന നിയമമാണ് നിലവിലുള്ള പുതിയ നിയമം. അതാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന. യഥാർത്ഥത്തിൽ സുന്നികളല്ല, വഹാബികളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. തൽഖ് ബിൻ അലിയുടെ ഹദീസ് വൈഫാണെന്ന് പറഞ്ഞവരുണ്ട്. അതെടുക്കാതെ സഹിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതോടുകൂടി ബുസ്റ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസും സഹിയാണ്. ഒന്നിൽ വുദു മുറിയില്ലെന്നും ഒന്നിൽ വുദു മുറിയുമെന്ന് പറയുമ്പോൾ പിന്നീട് അവിടെ ഹദീസുകൾ തമ്മിൽ ജമ്മ് ചെയ്യാനുള്ള മാർഗങ്ങളിൽപ്പെട്ടതാണ് താരീഖ് നോക്കുക എന്നത്. ആദ്യത്തേതേത് അവസാനത്തേതേത്. അപ്പൊ താരീഖ് കൊണ്ട് നമുക്ക് അറിയുന്നത് വുദു മുറിയില്ല എന്നത് ആദ്യത്തതും വുദു മുറിയും എന്നത് അവസാനത്തതുമാണ്. ഇസ്ലാമിൽ ഒരു നിയമം ആദ്യം ഒരു നിയമവും പിന്നൊരു നിയമവും വന്നാൽ അവസാനം വന്ന നിയമമാണ് നിലവിലുള്ളതെന്നും ആദ്യത്തത് മൻസൂഖാണെന്നും വരും. അതുകൊണ്ട് തൊട്ടാ വുദു മുറിയും എന്ന നിയമമാണ് ഇസ്ലാമിൽ നിലവിലുള്ളത്. ചുരുക്കി പറഞ്ഞതാണ്. വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ അത് പറയേണ്ട, ആദർശ ചർച്ചയുടെ സമയത്തൊക്കെ പറയേണ്ടതാണ്. ഫിഖ്ഹിൽ നമ്മളെ സംബന്ധിച്ചപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും അങ്ങനെ ഒരു ചോദ്യം വന്നിട്ട് അത് പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് വിട്ടുപോയത് ചിലപ്പോ എന്താ മുങ്ങലാണോ എന്ന് ഞാൻ ആരെങ്കിലും പുറത്തുനിന്ന് വിചാരിക്കേണ്ട എന്നുള്ള നിലയ്ക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞതാണ്. വബില്ലാഹി തൗഫീഖ്. ഇൻഷാ അല്ലാഹ് ബാക്കി ആവശ്യമെങ്കിൽ പിന്നീട് പറയാം. ഞാൻ വിഷയത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. ഇനി ഖാത്തിമത്തുൻ, ഇതൊരു പൂർത്തീകരണ. വുദു പറഞ്ഞു, അതിന്റെ ഷർത്തും ഫർളും സുന്നത്തുകളും പറഞ്ഞു, വുദു മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇനി
വലിയ അശുദ്ധിയോ ചെറിയ അശുദ്ധിയോ ഒരു വ്യക്തിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ഹറാമാവുന്ന കാര്യങ്ങളെ പറ്റിയാ പറയുന്നത്. അപ്പൊ വലിയ ശുദ്ധിയെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നോക്കണ്ട, അതടുത്ത് പറയാൻ പോകുന്നു. വരാൻ പോകുന്ന ബാബിൽ വരുന്ന വലിയ ശുദ്ധിയുടെ കാരണങ്ങളും അത് ശുദ്ധിയാക്കേണ്ട രീതികളും പറയുന്ന ഇതിന്റെ തൊട്ടു മുമ്പ് എന്നാൽ ചെറിയ ശുദ്ധിയുടെ കാരണങ്ങളും അതിന്റെ ഷർത്തും ഫർമും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന്റെ ഇടയിൽ രണ്ടിന്റെ ഇടയിലാണ് ചെറിയ ശുദ്ധി കൊണ്ടും വലിയ ശുദ്ധി കൊണ്ടും ഹറാമാവുന്ന കാര്യങ്ങളാണ് മൊത്തം ഈ ഖാത്തിമത്തിൽ പറയുന്നത്. അതായത് വുദൂഇല്ലാത്തവർക്ക് ഹറാമാവുന്ന കാര്യങ്ങൾ ഏതൊക്കെ, വലിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നാണ് ചുരുക്കി പറയുന്നത്. യഹ്റുമു ബിൽ ഹദസി, അശുദ്ധി കൊണ്ട് ഹറാമാവും. ഇപ്പൊ ഇവിടെ പറയുന്ന ചെറിയ ശുദ്ധിയാണ്, വലിയ ശുദ്ധിനെ പറ്റിയിട്ട് ഇനി പറയും. പക്ഷെ ഇത് വലിയ ശുദ്ധി കൊണ്ടും ഹറാമാവും. അപ്പം മുത്തലക്കായിട്ട് വെക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചർച്ച പോകുന്നത് ആദ്യം ചെറിയ ശുദ്ധിയെ കുറിച്ചും പിന്നീട് വലിയ ശുദ്ധിയെ കുറിച്ചും ആണ് പറയുന്നത്. പക്ഷെ ഇപ്പറയുന്ന കാര്യം രണ്ട് ശുദ്ധി കൊണ്ടും ഹറാമാവുന്നത് തന്നെയാണ്. എന്താണ് ഹറാമാവുക? സ്വലാത്തുൻ, നിസ്കാരം. സ്വലാത്തുൻ നിക്കറാക്കി പറഞ്ഞ ഏത് നിസ്കാരവും, അത് ഫർദ് നിസ്കാരമായാലും വേണ്ടിയില്ല, സുന്നത്ത് നിസ്കാരമായാലും വേണ്ടിയില്ല, അല്ലാത്തതായാലും ഏത് നിസ്കാരവും ഹറാമാണ് അശുദ്ധിയുള്ളവർക്ക്. അത് വലിയ ശുദ്ധിയുള്ളവർക്കും ഹറാമ് തന്നെ, ചെറിയ അശുദ്ധിയുള്ളവർക്കും ഹറാമ് തന്നെ. രണ്ടാമത്തേത് തവാഫുൻ, കഅബ ഷരീഫിന് തവാഫ് ചെയ്യൽ. അതും തന്നെ തവാഫുൻ എന്ന് പറഞ്ഞ എല്ലാ തവാഫും പെടാൻ വേണ്ടിയിട്ടാ. തവാഫ് 3 ജാതി ഉണ്ടല്ലോ. റുക്നായ തവാഫും ഉണ്ട്, വാജിബായ തവാഫും ഉണ്ട്, സുന്നത്തായ തവാഫും ഉണ്ട്. ഏത് തവാഫാണെങ്കിലും ആ തവാഫുകളൊക്കെ വാജിബോ റുക്കിനോ സുന്നത്തോ ആയ തവാഫുകൾ അതും ഹറാമാണ്. ചെറിയ ശുദ്ധിയുള്ളവർക്കും ഹറാമാണ്, വലിയ ശുദ്ധിയുള്ളവർക്കും ഹറാമ് തന്നെ. ഇനി വസുജൂദുൻ, നിസ്കാരമല്ലെങ്കിലും നിസ്കാരത്തിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടാവുന്ന സുജൂദ്. അപ്പൊ പിന്നെ നിസ്കാരം പറഞ്ഞാൽ തന്നെ പോരെ സുജൂദ്. ഇത് അതല്ല സുജൂദ്. നിസ്കാരത്തിലല്ലാതെ സ്വന്തമായി വരുന്ന 2 സുജൂദുകളാണ് ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്നതുള്ളൂ. മനസ്സിലാക്കുക, ഷാഫി മദ്ഹബിൽ നിസ്കാരത്തിലല്ലാതെ 2 തരം സുജൂദ് മാത്രമേ ഉള്ളൂ. അതേതാ? ഒന്ന് തിലാവത്തിന്റെ സുജൂദ്. വിശുദ്ധ ഖുർആൻ ഷരീഫ് പ്രത്യേകം സുജൂദിനെ പരാമർശിക്കുന്ന 14 ആയത്തുകൾ 13 സൂറത്തുകളിലായി ഉണ്ട്. ഹജ്ജ് സൂറത്തിൽ 2, ബാക്കി വിവിധ സൂറത്തുകളിലായി 14 ആയത്തുകളുണ്ട്. ഈ ആയത്തുകൾ പൂർത്തിയായി ഓതിയവർക്കും അത് ശ്രദ്ധിച്ച് കേട്ടവർക്കും തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഇതാണ് ഒരു സുജൂദ്, തിലാവത്തിന്റെ സുജൂദ്. അത് സ്വന്തം മോത്തിനു വേണ്ടിയുമാകാം, മറ്റൊരാൾ ഓതുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നവരാകയാൽ അവർ അതുമാവാം. ഇങ്ങനെ പിന്നെ മറ്റൊരു സുജൂദുള്ളത് ശുക്രിന്റെ സുജൂദ് എന്ന് പറയുന്ന, തിലാവത്തിന്റെ സുജൂദ് അല്ലാതെ പിന്നെ നിസ്കാരത്തിലല്ലാതെ സ്വന്തമായി വരുന്നത് ശുക്രിന്റെ സുജൂദ്. അതിപ്പോ എങ്ങനെ? അപ്രതീക്ഷിതമായി വലിയൊരു നിഅമത്ത് കിട്ടി, അല്ലെങ്കിൽ അത്ഭുതകരമായി വലിയൊരു വിപത്തിൽ നിന്നിട്ട് രക്ഷപ്പെട്ടു. ഈ രണ്ടാലൊന്നും ഉണ്ടാവുമ്പോൾ അള്ളാഹുവിന് ശുക്രായിക്കൊണ്ട് ചെയ്യുന്ന സുജൂദിനാണ് ശുക്രിന്റെ സുജൂദ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ 1-ാം തീയതി മുതൽ ജോലിക്ക് പോയി, അങ്ങനെ 30 വരെ ജോലി ചെയ്തു. 1-ാം തീയതി മാനേജർ ശമ്പളം തന്നു. അപ്പൊ ഒരു സുജൂദുണ്ടോ? അതില്ല. അതിനെന്താണ്? ആ നിയമത്ത് തന്നെ അല്ലായൊന്നുമല്ല. പക്ഷേ അപ്രതീക്ഷിതമായ നിയമത്തല്ല. നേരത്തെ തന്നെ താൻ ചെയ്യേണ്ട ജോലി നിർണയിക്കപ്പെട്ടു, അതിനുള്ള ശമ്പളം കൂലി അതും കണക്കാക്കപ്പെട്ടു. എന്നിട്ട് ഈ കണക്കാക്കപ്പെട്ട കൂലിക്ക് നിശ്ചയിക്കപ്പെട്ട ജോലി ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ നേരത്തെ നിശ്ചയിച്ച ആ നിശ്ചിത തുക ലഭിക്കുക എന്ന് പറയുന്നത് അപ്രതീക്ഷിതമല്ലാത്ത നിയമത്താണ്. അതുകൊണ്ട് അവിടെ സുജൂദ് ചെയ്യേണ്ടതില്ല. മനസ്സിലായില്ലേ? അതേ സമയത്ത് ഒരാൾ ഇങ്ങനെ കടത്തിൽ കുടുങ്ങി വിഷമിച്ച് നിൽക്കുക, റബ്ബെ എന്താണ് ഞാൻ കാട്ടുന്നത്, കടക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് നാട്ടിൽ പോകണമെന്നുണ്ട്, ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലും ഇല്ല. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ ഏതോ ഒരു അറബിക്ക് ഇയാളോട് എന്തോ ഒരു മതിപ്പ് തോന്നി. അങ്ങനെ ഇയാൾ വന്നിട്ട് പറഞ്ഞു, എന്താക്ക, എന്റെ വക ഹദിയാണ്,
ഇത് സ്വീകരിക്കുക, നിങ്ങളുടെ ദുആയിലൊക്കെ എന്നെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു ദുആ. ഇയാളെ വിട്ട് ഇയാൾ പോയതിന് ശേഷം ഈ പൊതി കഴിച്ചു നോക്കുമ്പോ 25,000 ദിർഹമുണ്ട്, അല്ലെങ്കിൽ 25,000 റിയാലുണ്ട്. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. ആകെപ്പെടെ കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10,000 ദിർഹമേ കൊടുക്കാനുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാല് 1,000, 1,500 ദിർഹം ഉണ്ടായ ടിക്കറ്റുമായി. മാഷാ അല്ലാഹ്. കടം കഴിഞ്ഞ് ടിക്കറ്റ് കൊടുത്താലും ഒരു 10,000 ദിർഹം ബാക്കി റാഹത്തായിട്ട് 2-3 മാസം വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കഴിഞ്ഞു പോരാ. അപ്പ ചെയ്യണം സുജൂദ്. കാരണം എന്താ, ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു അവന്. അപ്രതീക്ഷിതമായി കിട്ടി വലിയൊരു നിഅമത്താപ്പ്, അതിന് സുജൂദ്. ഇതുപോലെയുള്ള വലിയൊരു നിഅമത്ത് അപ്രതീക്ഷിതമായി ലഭിക്കുക, അല്ലെങ്കിൽ വലിയൊരു വിപത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുക, ഒക്കെ പല ഉദാഹരണങ്ങളുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒരാൾക്ക് സുഖടായി, ഇവനും അതിലൊന്നും പെട്ടിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ സുജൂദ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് സാധാരണയാണ്. എന്നാൽ അങ്ങനെയല്ല, ഇവൻ ഒന്നിച്ച് പഠിച്ചൊരുത്തനുണ്ട്, ഒന്നിച്ചു വളർന്നവരാണ്, കൂട്ടുകാരനാണ്, സ്നേഹിതനാണ്. എന്തോ ദൗർഭാഗ്യവശാൽ അവനുണ്ട് ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോ തന്നെ കാല് നിലത്തുറക്കാതെ കള്ളും കുടിച്ചിട്ട് ആടിപ്പാടി ഇങ്ങനെ വരികയാണ്. റഹ്മാനായ റബ്ബേ, ഒന്നിച്ച് കുട്ടിക്കാലം മുതൽ കളിച്ചു പഠിച്ച് വളർന്നു വന്ന് എന്റെ ചങ്ങായി, റബ്ബേ പടച്ചോനെ, അള്ളാനെ മറന്ന് കള്ളും കുടിച്ച് പരസ്യമായി നടക്കുന്നല്ലോ അല്ലാഹ്. റബ്ബേ, നീ എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പ ചെയ്യണം സുജൂദ്, ശുക്റുള്ള സുജൂദ്. വലിയൊരു ദീനിയായ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാ. അതുപോലെ തന്നെ ഒരിക്കൽ ദീനിയായ വിപത്താ. മറ്റൊന്ന്, ഇവനൊരു യാത്രക്കൊരുങ്ങാണ്. യാത്രക്കൊരുങ്ങി റോട്ടക്കത്ത് നിന്ന്, ഇവന് സ്വന്തം വണ്ടിയൊന്നുമില്ല, ബസ്സിന് വയ്യാട്ടി നിർത്തിയില്ല, ഓനാണ്ട് പോയി. അപ്പൊ ഞങ്ങളവിടെ ഉണ്ടേനൊരു ജസികൻ ഒരു ഉസ്താദ്, വഫാത്തായി, അല്ലാഹു തആല ആഖിറം സന്തോഷമാക്കി കൊടുക്കട്ടെ, KP ഉസ്താദ് എന്നാ ഞങ്ങൾ പറയാ. ഉസ്താദിന്റെ ഇങ്ങനെ ചിലപ്പോ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ആ ചങ്ങായി നമുക്ക് നിർത്താതെ പോയല്ലോ എന്ന് പറയുമ്പോ, നിങ്ങൾ എന്താ പറയണെന്ന്, ഓൾക്ക് ഭാഗ്യമില്ലാന്ന്. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞ്? നമ്മളെ പൈസ കിട്ടാൻ ഓൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടല്ലേ ഓല് നിർത്താതെ പോയത് കയറി. അത് അങ്ങനെ തമാശയാക്കിയിട്ട് വിടണം. പക്ഷെ ഞമ്മക്ക് ബസ് കിട്ടാത്തതിന് നമുക്ക് ഇങ്ങനെ പൊരുമ്പ് ദേഷ്യം പിടിച്ചോ നിർത്തിയല്ലോ എന്നുള്ളവർക്ക് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ കുറെ കഴിഞ്ഞ് വേറൊരു ബസ് നിന്ന് ആ ബസ് ചെയ്യായിട്ട് ഇപ്പൊ നിർത്തിയും ചെയ്ത്. അൽഹംദുലില്ലാഹ്, കുറച്ച് താമസിച്ചെങ്കിലും ബസ് കിട്ടിയല്ലോ. അങ്ങനെ ഇവൻ ബസ്സിൽ കയറി പോവാ. ഒരു 5-6 കിലോമീറ്റർ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പം അവിടെ ആളൊക്കെ കൂടി വണ്ടിയൊക്കെ നിർത്തി കാണുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോ എന്താ, നിർത്തി താഴെ ഇറങ്ങി ഓടി ചെന്ന് നോക്കുമ്പോ നേരത്തെ നമ്മൾ കയ്യാട്ടിയപ്പോ നിർത്താതെ പോയ ബസ് ഇങ്ങേ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു ലോറി അയച്ച് കൂട്ടിമുട്ടി മറിഞ്ഞിരിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഗുരുതരമായ പരിക്ക്. പടച്ചോനെ റബ്ബേ, നേരത്തെ ഞാൻ ആ കയ്യാട്ടിയപ്പോ ആ ബസ് കിട്ടിയെങ്കിൽ പടച്ചോനെ ഞാനും പൈലാണല്ലോ ഉണ്ടാകുക. അപ്പൊ ആ വിപത്തിൽ നിന്നും അപ്രതീക്ഷിതമായി രക്ഷപ്പെട്ടു. അത് ദീനിയല്ല, ദുന്യവിയായിരിക്കുന്ന ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാ. അപ്പോഴും സുജൂദ് ചെയ്യാ. മനസ്സിലായോ? ഇതാണ് ഇപ്പൊ ശുക്രിന്റെ സുജൂദ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ അപ്രതീക്ഷിതമായി വല്ല നിഅമത്തും കിട്ടുകയോ അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ദീനിയോ ദുന്യവിയുമായ വല്ല വിപത്തിൽ നിന്ന് രക്ഷപ്പെടുകയോ ചെയ്യുമ്പോൾ ഉള്ള ശുക്രിന്റെ സുജൂദ്. ഇങ്ങനെ 2 തരത്തിലുള്ള സുജൂദാണ് നിസ്കാരത്തിലല്ലാത്ത സുജൂദ്. ഷാഫി മദ്ഹബിൽ അത്രയേ ഉള്ളൂ. ചിലപ്പോ ഹനഫികളൊക്കെ കാണാം കുറെ നേരം ഇങ്ങനെ ഓതിക്കുത്തിരുന്ന് കണ്ട്, അല്ലെങ്കിൽ ദ്വാർന്ന് കഴിഞ്ഞാണ്ട് ലാസ്റ്റ് ഒരൊറ്റ സുജൂദ്. അങ്ങനെ സുജൂദ് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇല്ല, അത് തെറ്റാണെന്നാ നമ്മളെ മദ്ഹബ്. ഞമ്മക്കത് ചെയ്യാൻ പാടില്ല. അതേസമയത്ത് ഹനഫികൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ വാളെടുക്കാൻ പോവും വേണ്ട, അവരെ കുറ്റം പറയും വേണ്ട. കാരണം അവരെ മദ്ഹബിൽ അങ്ങനെ സുന്നത്തുണ്ട്. നമ്മളെ മദ്ഹബ് അനുസരിച്ച് ശുക്രിന്റെ സുജൂദോ അതല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ വരുന്ന തിലാവത്തിന്റെ സുജൂദോ ഉള്ളൂ. അതാണ് സുജൂദ് എന്നിവിടെ പറഞ്ഞത്. അതിനും വേണം വുദൂ. വുദൂ ഇല്ലാതെ ശുക്രിന്റെ സുജൂദ് ചെയ്യാനും തിലാവത്തിന്റെ സുജൂദ് ചെയ്യാനും പാടില്ല, ഹറാമാണ് എന്ന്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും തിരിയില്ല. അതൊക്കെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് വിവരമുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോ ഇങ്ങനെ തോന്നുന്നു. നിങ്ങൾ ക്ഷമിച്ചാൽ, ഞാൻ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടായി പറയുന്നത്.
കേൾക്കുന്ന കൂട്ടത്തിൽ കിതാബ് ഓതാൻ ഭാഗ്യം കിട്ടാത്ത സാധാരണക്കാരാണല്ലോ അധികവും. ഓൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഈ നീട്ടിപ്പരത്തി ഇങ്ങനെ പറയണത്. വിവരമുള്ള ആളുകൾക്ക് ഇയാളൊന്നാണ് വേഗം ഓതി തീർത്താൽ മതി ഇനി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. മനസ്സിലായില്ലേ? കൂടുതൽ വിവരമുള്ളവർക്ക് അല്ല ഓതുന്നത്. സാധുക്കളായ വിവരമില്ലാത്ത എന്നെപ്പോൾ ജൂതിൽ മുഖലിലുള്ളവർക്ക് അവനാനറിയുന്നത് അവനാനെ പോലത്തെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണ്. വിവരമുള്ളവർക്ക് ഇപ്പൊ നമ്മൾ ഓതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഹംലു മുസ്ഹഫിൻ, മുസ്ഹഫിനെ ചുമക്കുക. അതും ഉദു ഇല്ലാത്തവർക്കും വലിയ ശുദ്ധിയുള്ളവർക്കും ഹറാമ. മനസ്സിലായില്ലേ? മുസാഫിനെ ചുമക്കുക. മുസാഫ് എന്ന് പറഞ്ഞാല് മുസാഫ് മുഴുവനായിട്ടായാലും വേണ്ടിയില്ല. മുസാഫ് ഇത് കഴിഞ്ഞ് പറയും. വമാ മുസാഫ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു. അത് 30 ജ്യൂസുള്ള മുസാഫ് ആയാലും വേണ്ടിയില്ല, 15 ജ്യൂസുള്ള മുസാഫ് ആയാലും വേണ്ടിയില്ല, റുബോ യാസീനായാലും വേണ്ടിയില്ല, അതല്ലെങ്കിൽ ജുസവലായാലും വേണ്ടിയില്ല, ജുസവലും ജുസാനിയും കൂടി ആയാലും വേണ്ടിയില്ല. കാരണം ഇവിടെ ഇപ്പൊ സൗജന്യ പേര് അങ്ങനെ കിട്ടുക. മനസ്സിലായില്ലേ? ജുസവലും ജുസാനിയും കൂടിയുള്ളതുണ്ട് മദ്രസയിലെ കുട്ടിക്ക് സൗകര്യത്തിന് വേണ്ടി. ജുസവല് മാസത്തിലുള്ളതുണ്ട്. അതൊക്കെ മുസാഫ് എന്ന് തന്നെ പറയാം. പിന്നെ റുബു യാസീൻ എന്ന് പറഞ്ഞാൽ യാസീൻ മുതൽ ലാസ്റ്റ് വരെയുള്ളത്. പിന്നെ താഴെ 15 മേലെ 15 ഇങ്ങനെയൊക്കെ ഇട്ടുന്നൊക്കെ മുസാഫ് തന്നെ. എന്നാൽ വമ ഒന്നും ചുമക്കലും ഹറാമാവും. എങ്ങനത്തെ ഒന്ന് കുത്തിബ അത് എഴുതപ്പെട്ടത് ലിദർസി ഖുർആനിൻ, ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്. ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ടതിനെ ചുമക്കുക. അത് മുസാഫ് നയിക്കോളൂ. അവിടെ മാന്ന് പറഞ്ഞത് മുസാഫ് അല്ല, ഏത് വസ്തു. വലു ബാവ ആയത്തിൻ. കണ്ടോ? പഠിക്കാൻ വേണ്ടി ഖുർആൻ പഠിക്കാൻ വേണ്ടി എഴുതപ്പെട്ടത് എന്ന് പറഞ്ഞത് ഒരു സൂറത്തും ആണെന്നില്ല, ഒരായത്ത് മുഴുവൻ വേണമെന്നില്ല, ഒരായത്തിന്റെ അല്പമായാലും ശരി. ആ എഴുതിയത് പോലെ ലോഹിൻ, സ്ലേറ്റ് പോലെ. ബോർഡിനും ലോഹി എന്ന് പറയും. കുട്ടികൾ എഴുതാൻ ഉപയോഗിക്കുന്ന സ്ലേറ്റിനും എന്ത് പറയും? ലോഹി എന്ന് പറയും. അപ്പൊ കുട്ടികൾ മദ്രസയിൽ പഠിക്കുമ്പോ സ്ലേറ്റിൽ ഖുർആന്റെ ആയത്തിന്റെ ഏതാനും ഭാഗം കുട്ടികളെ തെറ്റ് തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാ. എന്നിട്ട് അത് ശരിക്കും വായിച്ചു പഠിക്ക് എന്ന് പറഞ്ഞ് ഉസ്താദ് കൊടുത്തയച്ച്. അത് വേറൊരാൾ എടുക്കണമെങ്കിൽ അതിന് ഉദും വേണം. മുസാഫിന്റെ ഹുക്കുമാണ്. ഒരായത്ത് മുഴുവൻ ഇല്ല എന്നാലും വേണ്ടിയില്ല. അപ്പൊ ഖുർആൻ പഠിക്കാൻ എന്ന ഉദ്ദേശത്തോടു കൂടി എഴുതപ്പെട്ട കടലാസ്, നോട്ട് ബുക്ക്, സ്ലേറ്റ്, ബോർഡ് പോലെയുള്ളതൊക്കെ ചുമക്കൽ ഹറാമാണ് ഉദു ഇല്ലാത്തവർക്ക്, വലിയ ശുദ്ധിയുള്ളവർക്കും. അപ്പൊ ഇത് എന്തിനു വേണ്ടി എഴുതപ്പെട്ടതാന്ന് എങ്ങനെ തിരിയാന്ന്? എഴുതിയ ആൾക്ക് ചിലപ്പോ തിരിഞ്ഞു തരും, വേറൊരാൾക്ക് ഇപ്പൊ എങ്ങനെ തിരിയാ? അതിനാ പറയുന്നത് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക എന്നതിലുള്ള പരിഗണിക്കപ്പെടുന്നത് വത്തബറുക്കി അല്ല ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നും എന്ന് പറഞ്ഞാൽ പറയാൻ ഇങ്ങനെ ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണെങ്കിൽ അത് തൊടാനും ചുമക്കാനും ഒന്നും ഒതുവേണ്ട. കാരണം ആയത്തുൽ കുർസി ഉർക്കേരി അത് കെട്ടുന്നു. ഹൈറുള്ള പെണ്ണ് കുഴപ്പമൊന്നുമില്ല, നിഫാസുള്ള പെണ്ണ് കെട്ടുന്നു കുഴപ്പമില്ല, ജനാപത്തുള്ള ഒരു പുരുഷൻ കെട്ടുന്നു അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അവിടെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതിയല്ലത്. ഈ ആയത്തുൽ കുർസി അല്ലെങ്കിൽ ഫാത്തിഹ സൂറത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള മുബാറക്കായ പ്രത്യേകം ബർക്കത്തിന് വേണ്ടിയിട്ട് എഴുതപ്പെടുന്ന ആയത്തുകൾ ഉറുക്കായിട്ട് എഴുതിയതാ. എന്നാല് അവിടെ തൊടാനും ചുമക്കാനും ഒന്നും വേണ്ട. ശരിയല്ലേ? അതാ തബറുക്ക് ഉറുക്കിന്റെ തെഞ്ഞ് പിഞ്ഞാണ് എഴുതിയാലോ അങ്ങനെ തന്നെ. പിഞ്ഞാണെന്ന് അറിയേണ്ട കാസർകോട്ടെ കാലൂരാജിന്റെ അടക്കം ബട്ട ഇതാന്നാണ് ഇക്കാരം പറയാം അല്ലേ? അങ്ങനെയല്ല ആരുമില്ലേ? ബട്ട ഇതാന്ന് പറയും. ബട്ട എന്ന് പറഞ്ഞാലും പിഞ്ഞാണെന്ന് പറഞ്ഞാലും ഒക്കെ ഏകദേശം ഒന്നും ബസീന്നാ അറിയാം. പ്ലേറ്റ് നല്ല വെളുത്ത കള്ളിയും പുള്ളിയൊന്നും ആ ബട്ട ഇത് അങ്ങനെ എനിക്കറിയാം. ഞാൻ ആ ഭാഗത്ത് കുറച്ചു കാലം ഉണ്ടായ മനസ്സിലാ. അതുകൊണ്ട് ബട്ട എഴുതി കൊടുത്ത ആളുമാണ് ഞാൻ. ഫാത്തിഹ സൂറത്ത് ആയത്തുൽ കുർസിയൊക്കെ ഒറ്റച്ചനായിട്ട് പുള്ളിയിടാതെ ബട്ട എഴുതി കൊടുക്കലുണ്ട്. അങ്ങനെ എഴുതി കൊടുത്താൽ അതും ഫാത്തിഹ സൂറത്താണല്ലോ, അല്ലെങ്കിൽ ആയത്തുൽ കുർസിയാണല്ലോ, അല്ലെങ്കിൽ അതുപോലെയുള്ള സൂറത്തുകളോ ആയത്തുകളോ ആണല്ലോ. അപ്പൊ ബർക്കത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ തൊടാനും ചുമക്കാനും ഒന്നും വേണ്ട. ദിറാസത്തിന് വേണ്ടി അഥവാ ഓതിപ്പടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഒന്നും വേണം താനും. അപ്പൊ ഇത് എവിടുന്നാ തിരിയാന്ന്? ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണോ അതല്ല ഇത് ബർക്കത്തിന് വേണ്ടിയിട്ടാണോ എന്ന് എവിടുന്നാ തീരുമാനിക്കുക? അത് ബിഹാലത്തിൽ കിതാബത്തി എഴുതിയപ്പോ എന്തുദ്ദേശം കൊണ്ട് എഴുതി അതാ നോട്ടം. പണ്ട് എന്റെ വല്യാപ്പണ്ടേനി, അക്കാലത്ത് എന്റെ വല്യാപ്പ അമ്മാന്റെ വാപ്പ, ഞാൻ കണ്ടിട്ടില്ല, ഉമ്മ നേരിട്ട് പറഞ്ഞു കണ്ട അപ്പുറത്തല്ല ഇപ്പുറത്ത് എത്തിബാർ എന്നുള്ള അർത്ഥത്തിന്. അതായത് ഒരു വൈദ്യര് ഒരു മരുന്നിന്റെ ചീട്ട് എഴുതി കൊടുത്തു മലയാളത്തില്.
വൈദ്യന്മാരെ എഴുത്ത് അല്ലെങ്കിൽ തന്നെ തിരിയില്ല. അങ്ങനത്തെ ഓലയെഴുത്ത് എന്നാ പറയൽ തന്നെ. അങ്ങനെ മരുന്നിന് വേണ്ടിയിട്ട് ഓല എഴുതി കൊടുത്തു. ഓല എഴുതി കൊടുത്തു നോക്കുമ്പോ ഇത് കൊണ്ടുവന്ന് അന്ന് മരുന്ന് പറിക്കല. അതിന് പറിക്കാരോട് പറഞ്ഞു കൊടുക്കണം എന്നെ വേണ്ടതും. അങ്ങനെ കുറെ ആളടുത്തൊക്കെ കൊണ്ടുപോയി നോക്കി, ആർക്കും വായിക്കാൻ തിരിയുന്നില്ല. ആ മൂപ്പരാണെങ്കിൽ അന്ന് മലയാളം പഠിച്ചിട്ടില്ല, അറിയില്ല. അപ്പ ഒരു വാശിക്കാരനായിരുന്നു അദ്ദേഹം. നേരെ ആ വൈദ്യരടുത്തേക്കാണ് പോയി. വൈദ്യരെ, ഇത് ഞാൻ 3-4 ആളടുത്ത് കൊടുത്തയച്ചു, ഓൽക്ക് ആർക്കും ഇത് വായിക്കാൻ കിട്ടുന്നില്ല, ഞാനാണെങ്കിൽ ഇത് പഠിച്ചിട്ടില്ല, നിങ്ങൾ ആദ്യം ഒന്നുകൊണ്ട് പഠിപ്പിച്ചേരിയായിരുന്നു. അങ്ങനെ ആ വൈദ്യരടുത്ത് ഇരുന്നിട്ട് 56 പഠിച്ചു. അക്ഷരമാല പൂർണ്ണമായിട്ടും ആ വൈദ്യരടുത്ത് നിന്നാണ് ഇരുന്നാണ്ട് എഴുതി പഠിച്ചു. വായിക്കാനും എഴുതാനും പഠിച്ചു. പിന്നീട് മഹാനവർകൾ വഫാത്ത് വരെ കത്തെഴുതലും അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കലും അതുപോലെ മറ്റുള്ള ആളുകൾക്ക് വായിച്ചു കൊടുക്കലും ആധാരം വരെ വായിക്കുമായിരുന്നു എന്ന്. അപ്പോ ഇയാളിപ്പോ അത് അക്ഷരം പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തതാണോ? അല്ലല്ലോ. അയാളത് മരുന്ന് പഠിക്കാൻ വേണ്ടി മരുന്നിന്റെ പേര് എഴുതി കൊടുത്ത എന്നതുപോലെ ഒരാൾ ആയത്തുൽ കുർസി ബട്ട എഴുതി കൊടുത്ത് അല്ലെങ്കിൽ ഉറുക്ക് എഴുതി കൊടുത്തു. അങ്ങനെ ഈ ബട്ടയോ ഉറുക്കോ എഴുതി എത്തിരി എന്നും അങ്ങനെ പറയുന്നുണ്ട്. എത്തിരി എഴുതാന്നും പറയുമ്പോൾ ഞാൻ എഴുതുന്നതിന് അങ്ങനെ എത്തിരി എഴുതി കൊടുത്തു എന്ന് ഇയാൾ എന്താക്കി ഇതാണ് ഓതി പഠിക്കാന്ന് വെച്ച്. എന്നാ അപ്പൊ ഞാൻ തൊടാൻ ഓതുവാണോ ചുമക്കാൻ ഓതുവാണോ? അല്ലെങ്കിൽ ഫാത്തിഹ സൂറത്ത് നല്ല ഓതി പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതിയത് ഇനി അത് നല്ല ഓതി പഠിച്ചതിന് ശേഷം ഇനിയിപ്പൊ അത് ഉറുക്കാക്കിയിട്ട് കെട്ടുകയെന്ന് വെച്ച് എന്നാലും ഓതുവാണോന്ന്. അപ്പൊ എഴുതിയപ്പോ എന്തിനു വേണ്ടിയിട്ടാ? ഓതാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും എഴുതിയതാണെങ്കിൽ ഇനി അത് ബട്ടയാക്കിയാലും വേണ്ടിയില്ല, ഉറുക്കാക്കിയാലും വേണ്ടിയില്ല, തൊടണമെങ്കിലും ചുമക്കണമെങ്കിലും ഓതു വേണം. അതേ സമയത്ത് ബട്ട എഴുതിയതാണ് അല്ലെങ്കിൽ ഉറുക്ക് എഴുതിയതാണ്, എന്നാൽ പിന്നീട് അതിൽ ഒരാൾ പഠിക്കുന്നു എന്നത് കൊണ്ടിട്ട് തൊടാനും ചുമക്കാനും ഒന്നും വേണ്ട. അപ്പൊ എഴുതുമ്പോ എന്തുദ്ദേശത്തിന് വേണ്ടി എഴുതി എന്നതാണ്. ദൂനമാതായ അതിനുശേഷം പിന്നെ അതെന്തുദ്ദേശത്തിന് ഉപയോഗിക്കുന്നു. ഇപ്പൊ ചൊറുക്കിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയില്ലേ, നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടും വീട്ടിൽ ബറക്കത്തിന് വെക്കാൻ വേണ്ടിയിട്ടും ആയത്തുൽ കുർസി നല്ല നക്ഷായിട്ട് എഴുതി ആയത്തുൽ കുർസി കൊണ്ടുവന്ന് ചുമരുമരി വെച്ച്. അപ്പൊ ഇത് കണ്ടപ്പോ ഇയാളെ കുട്ടിക്ക് തോന്നി അത് പഠിക്കണം, അതെടുത്തു അതിൽ നോക്കിയിട്ട് പഠിച്ചു കുട്ടി. അപ്പൊ കുട്ടി പഠിക്കുകയാണ്. അപ്പൊ അത് കുട്ടിന്റെ കൂട്ടത്തിൽ മുതിർന്ന ഒരാളുണ്ട്, അയാളും ഇത് പഠിക്കുകയാണ്. അങ്ങനെ ബർക്കത്തിന് വേണ്ടിയിട്ട് നക്സായിട്ട് ചുറുക്കിന് എഴുതിയതും ആ എഴുതി വെച്ച് ഇത് പഠിക്കണം എന്ന് തോന്നിയപ്പം എടുത്തു പഠിച്ചു എന്നതുകൊണ്ട് തൊടാൻ ചുമക്കാനും ഒതു വേണ്ട. അപ്പൊ എഴുതുന്ന സമയത്ത് എന്താണ് ഉദ്ദേശം? പഠിക്കാനാണോ? എന്നാൽ തൊടണമെങ്കിലും ചുമക്കണമെങ്കിലും ഒതു വേണം. അല്ല ബർക്കത്തിന് വേണ്ടിയിട്ടാണോ? എന്നാൽ അത് തൊടാനും ചുമക്കാനും ഒതു വേണ്ട. അതുപോലെ തന്നെ വബിൽ കാതിബി ലിനഫ്സിഹി, സ്വന്തത്തിനു വേണ്ടി എഴുതിയതാണെങ്കിൽ ആ എഴുതിയ ആളെന്താണ് ഉദ്ദേശിച്ചത്? അതാണ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയതാണെങ്കിൽ ഞാൻ എന്തുദ്ദേശിച്ചു അതാ നോക്ക്. പിന്നെ ഒരാളത് എന്തുദ്ദേശിക്കുന്നു എന്നുള്ള നോട്ടം ഇല്ല. അല്ല ഔലി വൈരിഹി തബറോൻ, അവനാന് വേണ്ടിയല്ല, വേറൊരാൾക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ വെറുതെ എഴുതി കൊടുക്കുക, ഫീസിനല്ല. ഞാൻ എന്റെ വകയായിട്ട് വേറൊരാൾക്ക് വേണ്ടി എഴുതി കൊടുക്കുന്നു എങ്കിൽ എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എഴുതുകയാണെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെറുതെ സൗജന്യമായി എഴുതി കൊടുക്കുകയാണെങ്കിലും എഴുതുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അതാണ് നിയമം. അതായത് ഞാൻ വർക്കത്തിന് ഉദ്ദേശിച്ചാണെങ്കിൽ ആ നിയമം തൊട്ടാനും ചുമക്കാനും ഇത് വേണ്ട. അല്ല ഞാനത് പഠിക്കേണ്ട ആവശ്യത്തിന് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് എഴുതിയതെങ്കിൽ അത് തൊടണമെങ്കിലും ചുമക്കണമെങ്കിലും ഇത് വേണം. ഇല്ല സൗജന്യമായിട്ടല്ല, ഫീസ് വാങ്ങിയിട്ടാ. ഫീസ് വാങ്ങണതിന് കുഴപ്പമൊന്നുമില്ലട്ടാ. ഖുർആൻ എഴുതി കൊടുത്തിട്ടോ അതുപോലെയുള്ളത് എഴുതി കൊടുത്തിട്ട് ഫീസ് വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല. മഹാന്മാരായ മുൻഗാമികൾ പലരും പ്രധാന ജോലിയായി സ്വീകരിച്ചിരുന്നതിനെ ഖുർആൻ പകർത്തി എഴുതുക, അതുപോലെ തന്നെ കിതാബുകൾ പകർത്തി എഴുതുക തുടങ്ങിയ ജോലി അവർ ജോലിയായി സ്വീകരിച്ച് അതിന് കൂലി വാങ്ങി ജീവിച്ചിരുന്നു. അതിൽ ഇസ്ലാമിന് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ മറ്റൊരാള് കൂലി തന്നിട്ടാണ് എഴുതിക്കുന്നതെങ്കിലോ ആമിറിന്റെ കൽപ്പന, ആ കൽപ്പിച്ച ആള്, എഴുതാൻ പറഞ്ഞ ആള് ഉദ്ദേശം എന്താണ്? എഴുതിയ ആൾ ഉദ്ദേശം അവിടെ പ്രശ്നമില്ല. കാരണം അയാൾ ഒരു തൊഴിലാളി മാത്രം. ആർക്ക് വേണ്ടിയിട്ടാണോ എഴുതുന്നത് അയാൾ അന്ത്യ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ അതനുസരിച്ച്. അയാൾ വർക്കത്തിനാണോ എന്നാ അങ്ങനെ. അല്ല അയാൾ അത് കൽപ്പിച്ചത് പഠിക്കാൻ വേണ്ടിയിട്ടാണോ എന്നാ അങ്ങനെ. ഇപ്പൊ എന്ത് പറഞ്ഞു? മുസാഫ് ചുമക്കലിൽ അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടി എഴുതപ്പെട്ടതിനെ
ചുമക്കൽ അതൊക്കെ ഹറാമാണ്. എന്നാൽ ലാ ഹംലുഹു, ഈ മുസ്ഹഫിനെ അതല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് എഴുതപ്പെട്ടതിനെ ചുമക്കൽ ഹറാമില്ല. എങ്ങനെ ചുമക്കൽ ഹറാമില്ല? മത്താഇൻ, മറ്റ് വസ്തുക്കളുടെ കൂടെ, മറ്റ് ചരക്ക് സാമാനങ്ങളുടെ കൂടെ ചുമക്കുക. എങ്ങനെ ചുമക്കുക? വൽ മുസ്ഹഫു ഗൈറു മഖ്സൂദിൻ ബിൽ ഹംലി, അടിസ്ഥാനപരമായി മുസ്ഹഫിനെ ചുമക്കൽ ഉദ്ദേശമില്ല. കൂട്ടത്തിൽ അതും വന്നോന്നുള്ളൂ. ചന്തയിൽ പോയതിന്, സൂക്ക് പോയതിന്, അങ്ങനെ അരി വാങ്ങി, ചില്ലാനങ്ങളൊക്കെ വാങ്ങി, വീട്ടുപകരണങ്ങൾ പലതും വാങ്ങി, ആ കൂട്ടത്തിൽ നമുക്കൊരു മുസ്ഹഫും ആണല്ലോ, എന്നാ കിടക്കട്ടെ ഒരു മുസ്ഹഫും. അങ്ങനെ വന്നപ്പം അസ്ലു മഖ്സൂദ് മുസ്ഹഫ് അല്ല, അവൻ സൂക്ക് പോയത് സാമാനങ്ങൾ, ചരക്കുകൾ വാങ്ങാനാണ്. അതൊക്കെ വാങ്ങിയപ്പം കൂട്ടത്തിൽ ഒരു മുസ്ഹഫും വാങ്ങാ എന്നേ വെച്ചുള്ളൂ. എങ്കിൽ ആ കൂട്ടത്തിൽ മുസ്ഹഫ് മറ്റു വസ്തുക്കളുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നെങ്കിൽ ചുമക്കാൻ വുദൂ വേണം എന്നില്ല. അതേ സമയത്ത് മുസ്ഹഫ ഉദ്ദേശം, മുസ്ഹഫ് വാങ്ങാനായിട്ട് പോയതാണ്, കുട്ടിനെ മദ്രസയിലാക്കിയാണ്. അപ്പൊ കുട്ടി ഒന്നെന്ന് പറഞ്ഞു മുസ്ഹഫ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പോകുമ്പോ വരുമ്പോ കൊണ്ടുവന്നൊരാണ്. അങ്ങനെ ഇയാൾ പോയത് തന്നെ കുട്ടിക്ക് ഒരു മുസ്ഹഫ് വാങ്ങാനാ. അങ്ങനെ കുട്ടിക്ക് മുസ്ഹഫ് വാങ്ങി. എന്നാ ഏതായാലും ആട്ടെ, 1 കിലോ മീനും ആട്ടെ എന്ന് വെച്ച് 1 കിലോ മീനും വാങ്ങി. എന്നാ അപ്പൊ ചരക്കിന്റെ കൂട്ടത്തിൽ മുസ്ഹഫ് തൊടണമെങ്കിൽ, മുസ്ഹഫ് ചുമക്കണമെങ്കിൽ വുദൂ വേണ്ടെന്നാണല്ലോ മസാല. അപ്പൊ 1 കിലോ മീനും ഉണ്ടല്ലോ എന്ന് പറയണ്ട. ഇതിപ്പോ പോയതിന്റെയും വാങ്ങിയതിന്റെ ഒക്കെ അസ്ലു മഖ്സൂദ് എന്താണ്? ഖുർആൻ വാങ്ങിയല്ലേ. അതെ, പോന്നപ്പോ പിന്നെ മീൻ കണ്ടപ്പോ 1 കിലോ വാങ്ങിയെന്നല്ലേ ഉള്ളൂ. അതുപോരാ, മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കൂട്ടത്തിൽ മുസ്ഹഫ് വന്നതാണെങ്കിൽ അവിടെ പ്രത്യേകം വുദൂ വേണം എന്നില്ല. ഇത് ചുമക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ വഹംലു മുസ്ഹഫിൻ വമസ്സു വറഖിഹി, കേട്ടോ, മുസ്ഹഫിന്റെ കടലാസിൽ തൊടാനും, മുസ്ഹഫ് തൊടാനും അർത്ഥം. ഈ വറക്ക് എന്ന് പറയുമ്പോൾ വലൗലി ബയാളിൻ, എഴുത്തില്ലാത്ത, അതിന്റെ ബയാള് വെള്ള എന്ന് പറഞ്ഞാൽ ചുവന്ന കടലാസാണെങ്കിൽ ആ ചുവപ്പൊക്കും അങ്ങനെ പറയാം. എന്നാൽ എഴുത്തില്ലാത്ത സ്ഥലം എന്നാ ബയാളോട് ഉദ്ദേശിക്കുന്നത്. ബയാൾ തന്നെ വെളുപ്പ് എന്നുള്ള അർത്ഥത്തിനല്ല, മനസ്സിലായില്ലേ? ഖുർആൻ എഴുതിയ കടലാസ് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞത് അക്ഷരത്തുമ തൊടാൻ പാടില്ല എന്നല്ല, അക്ഷരത്തുമേതാലും തൊടാൻ പാടില്ല. എഴുത്തില്ലാത്ത സ്ഥലം, പേജിന്റെ വരിയുടെ ഇടകള്, അതുപോലെ തന്നെ ഇതിന്റെ സൈഡൊക്കെ ഉണ്ടാവുമല്ലോ എഴുത്തില്ലാത്ത, അവിടെയും തൊടാൻ പാടില്ല കുഞ്ഞാതെ. മുസ്ഹഫിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട കവറ്, പെട്ടി, അതാണ് നഹ്വ്. കവറ്, പെട്ടി, ഓറ പോലത്തതും തൊടാൻ പാടില്ല. എപ്പോ ഫീഹി, ഈ മുസ്ഹഫ് അതിലുണ്ടായിക്കൊണ്ടിരിക്കും. സാധാരണ മുസ്ഹഫ്, ഈ ഹദിയ മുസ്ഹഫുകളുണ്ട്, വലിയ സംഖ്യ വാങ്ങിയിട്ട് ഹദിയ കൊടുക്കാം. ആ മുസ്ഹഫിന് നല്ല ബോക്സ് ഉണ്ടാക്കി ആ ബോക്സിൽ വെക്കുകയാണ് ചെയ്യാം. അപ്പൊ ആ ബോക്സിൽ ആ മുസ്ഹഫ് ഉണ്ടെങ്കിൽ ആ ബോക്സിന് പോലും തൊടാൻ പാടില്ല. കാരണം ഈ ബോക്സ് മുത്തലക്ക് ബോക്സ് അല്ല, ഖുർആൻ വെക്കാനായിട്ട് ഉണ്ടാക്കിയ ബോക്സാ. അല്ലെങ്കിൽ ഓറ, സഞ്ചി പോലത്തത് ഖുർആൻ വെക്കാൻ വേണ്ടി ഉണ്ടാക്കുകയും അതിന്റെ ഉള്ളിൽ ഖുർആൻ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ആ ഓറന്റെ പുറത്തും ആ പെട്ടിന്റെ പുറത്തും തന്നെ തൊടാൻ പാടില്ല എന്ന്. എന്നാൽ ലാ ഖൽബു വറഖിഹി, ഈ മുസ്ഹഫിന്റെ കടലാസ് മറിക്കുന്നത് ഹറാമില്ല. എന്തുകൊണ്ട് മറിക്കാം? ബിഊദിൻ, ഒരു കൊള്ളിക്കഷ്ണം കൊണ്ട്. എപ്പോ കൊള്ളിക്കഷ്ണം കൊണ്ട് മറിക്കാതെ ഇതാലം എംഫസിൽ, അത് മറിയുന്നില്ലെങ്കിൽ അതിന്റെ മുകളിൽ എന്ന് പറഞ്ഞാല് ഒരു കടലാസ് മുസ്ഹഫ് ഇങ്ങനെ മറിച്ചു വെച്ച് അത് ഒരു പേജ് മാറ്റാൻ വേണ്ടിയിട്ട് കയ്യിൽ എന്തോ ഒരു ചെറിയ സാധനം എന്തോ ഉണ്ട്, പേനയോ അതല്ലെങ്കിൽ ഈ പല്ലുകുത്തി പോലത്തെ ഈളുകളുണ്ടല്ലോ അങ്ങനത്തെ, അതുകൊണ്ട് ഇങ്ങനെ തട്ടി എന്നാ കുഴപ്പമില്ല. അതേ സമയത്ത് അത് ഇട്ടിട്ട് ഇങ്ങനെ മറിക്കുകയാണെങ്കിലോ അത് പാടില്ലാണ്. അതാ അതിമ്മൽ മുൻഫസിലാവുക. അതിങ്ങനെ ഇത് കൂട്ടത്തിൽ ഇങ്ങനെ മറിയുകയാണെങ്കിൽ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ തട്ടി മറിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനെ തട്ടണം എന്നല്ല പറയുന്നത്, വരികയാണെങ്കിൽ പെൻസിലൊക്കെ പെട്ട്. അതുപോലെ തന്നെ വലാമായ തഫ്സീരിൻ, തഫ്സീറിന്റെ കൂട്ടത്തിൽ ഖുർആൻ ചുമക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, തൊടുന്നതിനും കുഴപ്പമില്ല. എങ്ങനത്തെ തഫ്സീർ? സാദ ഖുർആനിനേക്കാൾ ഹർഫുകൾ കൂടുതലുള്ള തഫ്സീർ. ഖുർആനിനേക്കാൾ ഹർഫുകൾ കുറെ കൂടുതൽ വേണമെന്നുണ്ടോ? അതില്ല, ഒരു ഹർഫെങ്കിലും കൂടുതലായ മതി. അത് 100% ഉറപ്പ് വേണം.
അല്ല, സാധ്യത ഉണ്ടായാൽ മതി. അത് അവലവും ഇഹ്തിമാലൻ, കൂടുതലാകാൻ സാധ്യത ഉണ്ടായാലും മതി. ജലാലൈനിയൊക്കെ പോലെ. ജലാലൈനിയില് ഖുർആൻ 30 ജുസിന്റെ ഹർഫുകളെക്കാൾ 1 or 2 ഹർഫുകളെ കൂടുതലുള്ളൂ എന്നാ അധികം ആളുകൾ പറയും. 1 ഹർഫേ കൂടുതലുള്ളൂ എന്ന് വെച്ചാൽ 2 പറഞ്ഞു. ആയിക്കോട്ടെ, 1 or 2 ഹർഫേ എന്തുള്ളൂ? ഖുർആനിന്റെ ഹർഫിനേക്കാൾ ജലാലൈനിയുടെ ഹർഫ് കൂടുതലുള്ളൂ. അതുകൊണ്ട് അപ്പൊ കൂടുതൽ 2 ഹർഫ് ഉണ്ട് എന്ന് വന്നില്ലേ, അല്ലെങ്കിൽ 1 ഹർഫ് ഉണ്ട് എന്ന് വന്നില്ലേ? ഉറപ്പ്. അതിന് പ്രശ്നം അതല്ല. പ്രിന്റ് ചെയ്യുമ്പോഴോ എഴുതുമ്പോഴോ മറന്നുകൊണ്ട് 1 or 2 ഹർഫൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ടല്ലോ. അച്ചടിപ്പ് ഷാജി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടല്ലോ. അങ്ങനെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് തഫ്സീറിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട 2 അക്ഷരം വിട്ടുപോയാൽ ഖുർആൻ 1 ഹർഫ് കൂടുതലും തഫ്സീർ 1 ഹർഫ് കുറവോ എന്നില്ലേ? 1 ഹർഫ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഖുർആനും തഫ്സീറും ഒരേ കണക്കായില്ലേ? ഇങ്ങനെയൊക്കെ സാധ്യത ഉണ്ടെങ്കിലും കൃത്യമാണെങ്കിൽ 1 ഹർഫ് കൂടുതൽ തഫ്സീറിനാണുള്ളത് ജലാലൈനിയിൽ. പക്ഷെ ഇപ്പത്തെ ജലാലൈനിയിൽ കുറെ പേരും താരീഖും ഒക്കെ പുറത്തും അപ്പുറത്തും ഒക്കെ ഉണ്ടാവും. അതൊക്കെ അറിയാം. തഫ്സീർ മാത്രം അറിയുന്നത്. തഫ്സീർ മാത്രം നോക്കിയാൽ ഖുർആനിന്റെ ഹർഫുകളെക്കാൾ 1 ഹർഫറ്റേ കൂടുതലുള്ളൂ. അപ്പൊ അവിടെ ഈ ഹർഫ് മറന്നോ അബദ്ധത്തിലോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഖുർആൻ ചിലപ്പം തുല്യാവുകയോ ഖുർആനേക്കാൾ കൂടുതൽ ഖുർആൻ കൂടുതൽ ഹർഫാവുകയോ ചെയ്യാൻ സാധ്യത ഉണ്ടല്ലോ. അത് നോക്കണ്ട. ഖുർആനിനേക്കാൾ തഫ്സീറിന്റെ ഹർഫ് കൂടുതലാകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ തഫ്സീറിന്റെ കൂട്ടത്തിൽ വരുന്ന ഖുർആൻ തൊടാൻ ചുമക്കാൻ എന്ത് ഷർത്തില്ല, വുദു ഷർത്തില്ല, അഥവാ തൊടലും ചുമക്കലും ഹറാമില്ല. ഇതൊക്കെ സാധാരണ ആളുകളെ പറ്റി പറഞ്ഞതാ. അതായത് ഖുർആന് തൊട, പഠിക്കാൻ വേണ്ടി എഴുതപ്പെട്ടതിനെ തൊടുക, ചുമക്കുക, ഇതൊക്കെ ഹറാമാണ് ഒന്നുമില്ലാത്തവർക്ക് പറഞ്ഞു. എന്നാൽ വകതിന് എത്തിയ കുട്ടികളോട് തടയപ്പെടേണ്ടതില്ല. ബക്കത്ത് എഴുതിയ പരിഭാഷ അത് അൽ മുസ്ഹഫുൽ മുഹശ്ശ എന്നാണ് ആലൂരി അജി പറയാ. അത് തഫ്സീറിന്റെ കൂട്ടത്തിൽ എണ്ണുകയില്ല. തൊടണമെങ്കിൽ വുദൂ ഷർത്താണ്, വുദൂ ഇല്ലാതെ തൊടൽ ഹറാമാണ്. മനസ്സിലായില്ലേ? ബക്കത്ത് എഴുതിയത് അത് മനസ്സിലാക്കേണ്ട തന്നെ. തഫ്സീറിന്റെ കൂട്ടത്തിൽ അത് വിടൂല. തഫ്സീറിന്റെ കൂട്ടത്തില് അൽ മുസ്ഹഫുൽ മുഹശ്ശ എന്നാണ് അതിന് ഫുഖഹാ പറഞ്ഞത്. ബക്കത്ത് എഴുതിയ മുസാഫ്, ആ മുസാഫ് തൊടണമെങ്കിൽ വുദൂ വേണം. മനസ്സിലായോ? അതിനെന്ത് പേരില്ല, തഫ്സീർ എന്ന് പേര് മഹാന്മാരായ ഫുഖഹാ പറഞ്ഞിട്ടില്ല. അൽ മുസ്ഹഫുൽ മുഹശ്ശ, ബക്കത്ത് എഴുതപ്പെട്ട മുസാഫ് എന്നാണ്. അൽ മുസാഫ് പറഞ്ഞ ഉള്ളിലുള്ള മുസാഫാണ്. അൽ മുഹശ്ശ എന്ന ബക്കത്ത് ആണ് എന്നുള്ള ആശയമുള്ളത്. അതിന് ഖുർആന്റെ ഹുക്കുമാണ്, തഫ്സീറിന്റെ ഹുക്കുമില്ല. എന്നാലും വട്ടെ, ഒരാസുബിയും മുമയ്യിസുൻ, മുമയ്യിസായ വകതിരിവെത്തിയ കുട്ടിയെ തടയപ്പെടേണ്ടതില്ല. എന്നാ കുട്ടിക്ക് ഹറാമില്ല എന്ന് പറയുന്നേ ചൊർക്കില്ലല്ലോ. കുട്ടിക്ക് അല്ലെങ്കിൽ ചങ്ങായിയെ അല്ലെങ്കിൽ ഹറാമോ അല്ലാലും ഉണ്ടാ. തെക്കിലീഫ് വരുന്നത് പ്രായപൂർത്തി എത്തുമ്പോഴല്ലേ. പ്രായപൂർത്തി എത്താത്തവർക്ക് എന്ത് തെക്കിലീഫുള്ളത്? പക്ഷേ 7 വയസ്സ് മുതൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ വെടിയാനും കുട്ടിയോട് കൽപ്പിക്കേണ്ടത് രക്ഷിതാക്കൾക്ക് ഫർള. അപ്പൊ ഈ കടമ ആർക്കാണ്? രക്ഷിതാക്കൾക്ക. അപ്പൊ കുട്ടി ഹറാമ് ചെയ്യാന്ന് പറയാൻ കുട്ടിയോട് ഹറാമ് ചെയ്യാൻ അനുവദിക്കാതിരിക്കേണ്ടത് കടമ രക്ഷിതാവിനാണ്. ഹുജൂബായ കാര്യം കുട്ടിയോട് ചെയ്യിക്കേണ്ട കടമ രക്ഷിതാവിനാണ്. കുട്ടിക്ക് ഹുജൂബുമില്ല ഹറാമുമില്ല. മനസ്സിലായില്ലേ? കുട്ടിക്ക് ഹുജൂബുമില്ല ഹറാമുമില്ല. അതുകൊണ്ടാണ് കുട്ടിയെ തടയപ്പെടേണ്ടതില്ല. അല്ല, കുട്ടിയെ തടയിൽ ഹുജൂബാവുമല്ലോ. കുട്ടി തൊടാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നത് കുട്ടിയിലെ തടയിൽ ഹുജൂബാണ്. അങ്ങനെ തടയേണ്ട ആവശ്യമില്ല. ഏത് കുട്ടി? മുഹദ്ദിസായ കുട്ടി, ചെറിയ അശുദ്ധിക്കാരനായ കുട്ടി എന്നല്ല, അശുദ്ധിക്കാരനായ കുട്ടി. വലൗ ജുനുബൻ. എവിടെ ആചാരങ്ങളെ ടെസ്റ്റ് ഒക്കെ പോയോ? ഫത്തുൽ മീൻ പോയോ? കുട്ടി എന്ന് പറയുന്നത് ആണ്.
ജനാപത്തുള്ള കുട്ടിയായാലും വേണ്ടിയില്ല. കുട്ടിയൊക്കെ എങ്ങനെയാ ചങ്ങായി ജനാപത്ത് ഉണ്ടാവുക എന്നൊന്നും ചോദിക്കണ്ട, മനസ്സിലായില്ലേ? ജനാപത്ത് എന്ന് പറഞ്ഞാല് മഞ്ഞ് പുറപ്പെടൽ മാത്രമല്ലല്ലോ ജനാപത്ത്. അത് മനസ്സിലായ പിന്നെ ആയുഷ്കാലം അവിടെ വരൂല, മനസ്സിലായില്ലേ? ജനാപത്ത് എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളെ കൊണ്ടുണ്ടാവൂലേ? ഒന്ന് മഞ്ഞ് പുറപ്പെടൽ തന്നെ. രണ്ടാമത്തേത് മഞ്ഞ് പുറപ്പെടൽ മാത്രമല്ലല്ലോ, സംയോഗം ചെയ്യലും ജനാപത്ത് തന്നെയല്ലേ? അപ്പോ പ്രായപൂർത്തിയെത്താത്ത ഒരു പെൺകുട്ടിയെ സംയോഗം ചെയ്യപ്പെട്ടു, അതല്ലെങ്കിൽ മുറാഹിക്കായ പ്രായപൂർത്തിയോട് സമീപത്തായ ഒരു ആൺകുട്ടി സംയോഗം ചെയ്തു, സ്ഖലനം സംഭവിക്കൂലെങ്കിലും ജനാപത്തുണ്ടാവുമല്ലോ. അങ്ങനെ പ്രായപൂർത്തിയെത്താത്ത കുട്ടിക്ക് വലിയ ശുദ്ധി ഉണ്ടായാലും ചെറിയ ശുദ്ധി ഉണ്ടായാലും അവനെ തടയേണ്ടതില്ല എന്നാണ്. അതിനെപ്പറ്റി ചെറിയൊരു അഭിപ്രായം പറയുന്നുണ്ട് അപ്പുറത്തിട്ടോ. എന്ത് തടയേണ്ടതില്ല? മുസാഫിനെ ചുമക്കുന്നതിൽ നിന്നും തൊടുന്നതിൽ നിന്നും. അതാണ് മുസാഫിൻ ലിഹാജത്തി താലമേ, തീരെ പാടിക്കാൻ തടയേണ്ടതില്ല എന്നല്ല. കുട്ടിയെ മുസാഫ് തൊടുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഖുർആൻ എഴുതപ്പെട്ടതിനെ ചുമക്കുന്നതിൽ നിന്നും തൊടുന്നതിൽ നിന്നും തടയപ്പെടേണ്ടതില്ല. എന്തിനു വേണ്ടിയിട്ട് ചുമക്കുക അല്ലെങ്കിൽ തൊടുക? ലിഹാജത്തി തഅല്ലുമിഹി വദർസിഹി, കുട്ടിക്ക് പഠിക്കാനും പഠിച്ചത് പാഠമാക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുട്ടി തൊടുകയോ ചുമക്കുകയോ ചെയ്യുന്നതിന് തടയേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഹലാലാണ് എന്നല്ല, കുട്ടിയെ കൊടുക്കാൻ അനുവദിക്കൽ രക്ഷിതാക്കൾക്ക് ഹലാലാണ് എന്ന്. രക്ഷിതാവിന് ഹറാമില്ല. കുട്ടീനെ അനുവദിക്കല് തൊടാൻ അനുവദിക്കുന്നതിനും ചുമക്കാൻ അനുവദിക്കുന്നതിനും രക്ഷിതാവിന് ഹറാമില്ല. അപ്പൊ കുട്ടി തൊട്ടോട്ടെ ചുമന്നോട്ടെ. എന്തിനു വേണ്ടി? ഓതാനും പഠിക്കാനും വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഉസ്താദിൽ നിന്നിട്ട് പഠിക്കാനും പഠിച്ചത് പാഠമാക്കാനും വേണ്ടിയിട്ട്. മാത്രല്ല വസീലത്തിഹിമാ, ഈ പഠിക്കാനും ഓതാനും വേണ്ടി ഉള്ള വസീല എന്ന് പറഞ്ഞാൽ അതിന്റെ മാർഗം, അതിന്റെ മാർഗത്തിന് വേണ്ടിയിട്ട് തൊടുക. ഇതുപോലെ കഹംലിഹിൽ മക്തബി, മദ്രസയ്ക്ക് കൊണ്ടുപോവുക. കുട്ടി ഓതാൻ പഠിക്കണ മദ്രസയിന്ന, അപ്പൊ മദ്രസയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോണ്ടേ? ആ കുട്ടിക്ക് പഠിക്കണമെങ്കിൽ മദ്രസയിൽ ചെന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് നിന്ന് പഠിക്കണമെങ്കിൽ പെരേത് പോകുമ്പോൾ മുസാഫ് കൊണ്ടുപോകണമല്ലോ. അപ്പോ പഠിക്കാനുള്ള മാർഗ വസീലയാണ് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. വലിയ ബിഹീരിൽ മുഅല്ലിമി, ഇനി കുട്ടി ബെഞ്ചിലിരുന്ന് ഇങ്ങനെ ഓതുകയാണ്, അപ്പൊ ഒരു സംശയമുണ്ട്. അപ്പൊ ചോദിച്ചു അവിടെ കൊണ്ടുപോകാൻ മുസാഫ് പറഞ്ഞു ഉസ്താദ്. അപ്പൊ ഉസ്താദിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനാണ്? ഓന് തെറ്റ് ഉസ്താദ് തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാ കൊണ്ടുപോണേ. കണ്ടോ, ഈ ഉസ്താദ് കുട്ടിയെ ഈ മുസാഫിൽ നിന്നിട്ട് കുട്ടിക്ക്, അല്ലെങ്കിൽ മുസാഫ് എഴുതപ്പെട്ടതിൽ നിന്നിട്ട് കുട്ടിക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഉസ്താദിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, മദ്രസയിലേക്ക് കൊണ്ടുപോവുക, തിരിച്ചു പോരുമ്പോ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ കുട്ടിയുടെ പഠനാവശ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതിനുവേണ്ടി തൊടുകയോ ചുമക്കുകയോ ചെയ്യുന്നത് തടയേണ്ടതില്ല. എന്നാൽ ചില വളവത്തി ഉമ്മാരുണ്ട് നാട്ടിൽ, പരക്കെ വ്യാപക അമ്മമാര് മാത്രം പറയേണ്ട വാപ്പാരും ഉണ്ട് ചില അതിവളവന്മാര്. എന്താ വെച്ചാല് ഉമ്മ നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതാതിരിക്കുക. അപ്പോ കുഞ്ഞാളെ ഉമ്മച്ചിനെ മുസാഫ് ഒന്ന് എടുത്തോണ്ടെന്നാൽ, അപ്പൊ കുഞ്ഞാക്കൊന്നുമില്ല, എന്നാലും കുഞ്ഞാള് ഓക്ക് ഓതാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓൾ എടുത്തോട്ടെ. ഉമ്മച്ചിക്ക് ഓതാൻ വേണ്ടിയിട്ട് കുഞ്ഞാളോട് മുസാഫ് കൊണ്ടുവരാൻ പറയണമെങ്കിൽ വുദു വേണം. വുദു ഇല്ലാത്ത കുഞ്ഞാളോട് മുസാഫ് കൊണ്ടിരിക്കൽ ഉമ്മച്ചിക്ക് ഹറാമാവുന്നോന്ന്. അങ്ങനെയാണ് മുസാഫ് ഓതിക്കഴിഞ്ഞ് ഇശാ ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്താട് നിൽക്കാൻ തുടങ്ങാണ്. അപ്പോ കുഞ്ഞാപ്പോ ഉമ്മച്ചിന്റെ മുസാഫിന്റെ അവിടെ കൊണ്ടച്ചാണേ അറിഞ്ഞു. അങ്ങനെ കുഞ്ഞാപ്പൂവിന്റെ അടുത്ത് മുസാഫ് കൊടുത്തയക്കുക അങ്ങോട്ട് കൊണ്ടാക്കാന്. കുഞ്ഞാപ്പൂവിന് വുദു വേണം. വുദു ഇല്ലാത്ത കുഞ്ഞാപ്പൂവിന്റെ അടുത്ത് ഉമ്മച്ചി ഓതിയ മുസാഫ് കൊണ്ടാക്കാൻ കൊടുത്തയക്കൽ ഹറാമാണ് എന്ന്. ആർക്ക് ഹറാമാണെന്ന്? കുഞ്ഞാപ്പൂവിനല്ല, ഉമ്മച്ചിക്ക് ഹറാമാണ് എന്ന്. അതാണ് എടുക്കേണ്ടത്, മനസ്സിലായില്ലേ? ഉമ്മച്ചിന്റെ ആവശ്യത്തിനോ ഉപ്പച്ചിന്റെ ആവശ്യത്തിനോ മുസാഫ് കൊണ്ടുവന്ന് കൊടുക്കാനും അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് കൊണ്ടാക്കാനും കുഞ്ഞാപ്പൂവിനെയും കുഞ്ഞുട്ടിനെയും വിളിച്ചണമെങ്കിൽ
അതല്ലെങ്കിൽ കുഞ്ഞുമാളിയും കുഞ്ഞിട്ടുട്ടിയും ഒന്ന് ഏൽപ്പിക്കണമെങ്കിൽ ഉദു വേണം. ഉദു ഇല്ലാത്തവരോട് പറയൽ ഹറാമാവുന്നു. ആർക്ക് ഹറാമ്? കുട്ടിക്കല്ല, പാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക്. അവിടെ പ്രശ്നം. അപ്പൊ കുട്ടിയൊക്കെ സ്വാഗാൻ അങ്ങനെ നമ്മളെ ഒപ്പ്. കുട്ടിയൊക്കെ ഒന്നുവിന്റെ ആവശ്യമില്ല, കുട്ടിയൊക്കെ ഒന്നുവിന്റെ ആവശ്യമില്ല എന്ന് അങ്ങനെയല്ല പറഞ്ഞ്, മറിച്ച് അവരുടെ പഠനത്തിന് വേണ്ടി, പാഠമാക്കാൻ വേണ്ടി അതിന്റെ മാർഗങ്ങളായിട്ട് ഇപ്പൊ കുട്ടിങ്ങനെ ഓതുന്നോടത്ത് തെറ്റി, അപ്പൊ ഉമ്മച്ചിപ്പുറത്ത് ഖുർആൻ ഓതുണ്ട്. എന്താണ് ചോദ്യം? ഇതങ്ങനെ തന്നെയാണ്. ഇവിടെ കൊണ്ടാണ് മുസാഫുകാർ. അതിനൊന്നും വേണ്ട. കാരണം എന്താ? മുസാഫ് കൊണ്ടുവന്നിട്ട് അതിലുള്ള തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ. അതിന് ഓന് മുസാഫ് ഉതുവേണ്ട. ഞാൻ ആവശ്യത്തിന് ഇനി കൊണ്ടേക്കണം അവിടെ. അതിന് വേണ്ടിയിട്ട് ഓന് ഉതുവേണ്ട. അപ്പൊ അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാനും പഠിച്ചിട്ട് കൊണ്ടേക്കാനും ഓൾക്ക് ഉതു വേണ്ട. നിങ്ങൾക്ക് ഓതാനോ നിങ്ങൾ ഓതി കൊണ്ടേക്കാനോ വേണമെങ്കിൽ ഉതു വേണം. ഉതു ഇല്ലാത്തവരോട് കൊണ്ടിരിക്കലും കൊണ്ടുപോയി കൊടുപ്പിക്കലും ഉമ്മാക്കും ബാപ്പാക്കും എന്നല്ല രക്ഷിതാക്കൾക്കും ഉസ്താദന്മാരും ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ഹറാമാവുന്നു. പിന്നെ വയാറുമോ ഹറാമാവും. അതിന് കൂടുതൽ പറയേണ്ട ആവശ്യം സമീർ പാടായോ? ഇല്ല. വയാറുമോ ഹറാമാവും തംകീനു വൈരിൽ മുമയ്യിസി. ഇതൊക്കെ വകതിരിവ് കൂട്ടിയ പ്രായപൂർത്തി എത്തിയിട്ടൊട്ടില്ലാണും എന്നാ വകതിരിവ് ഉണ്ടാകാൻ വേണം. വകതിരിവെത്താത്ത കുട്ടിക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ ഹറാമാണ്. മിൻ നഹ്വി മുസ്ഹഫിൻ, മുസ്ഹഫ് പോലെയുള്ള ശർഈയായ ഇൽമെഴുതപ്പെട്ട കിതാബുകൾ, മുസ്ഹഫുകൾ തുടങ്ങിയതൊക്കെ 2 വയസ്സായ കുട്ടികൾ ഇവിടെ അത് വലിയ സങ്കടകരമായ അവസ്ഥയാണ്. ഈ അറബികൾ പ്രത്യേകിച്ചും അത് കണ്ടിട്ട് നമ്മളെ ആൾക്കാരും ചെറിയ പൈതൽ മക്കളെ മദ്രസ പള്ളി കൊണ്ടുവരും, മസ്ജിദുൽ ഹറാം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഇവര് വലിയ കാര്യമായിട്ട് സുന്നത്ത് നിസ്കരിക്കുകയെ അതല്ലെങ്കിൽ ഖുർആൻ ഓതിയൊക്കെ ഇരിക്കൂ. അതോടുകൂടി ഈ ചെറിയ പൈതൽ മക്കൾ 2 വയസ്സായ 3 വയസ്സായ ഒക്കെ കുട്ടികൾ യഥേഷ്ടം ഖുർആൻ എടുത്ത് മറിക്കുന്നു, അങ്ങോട്ട് എടുത്തു വെക്കുന്നു, ഇങ്ങോട്ട് എടുത്തു വെക്കുന്നു. ഇവരത് കണ്ടിങ്ങനെ ആസ്വദിക്കുക. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കടുത്ത ഹറാമാണ്. രക്ഷിതാവ് നരകത്ത് പോണ്ടി വരും തൗബ ചെയ്തിട്ടില്ലെങ്കിൽ. കുട്ടികൾ ചെയ്യുന്നതിന് കുട്ടിക്ക് കുറ്റില്ല. കാരണം കുട്ടിക്ക് അറിഞ്ഞിട്ടില്ലല്ലോ, അറിയില്ലല്ലോ, കുട്ടിക്ക് തക്ലീഫില്ലല്ലോ. പക്ഷേ വകതിരിവെത്താത്ത കുട്ടി മുസ്ഹഫ് തുടങ്ങിയ, മുസ്ഹഫ് മാത്രമല്ല ഫിഖ്ഹ്, അഖീദ തുടങ്ങിയ ദീനിയായ ഉലൂം എഴുതപ്പെട്ട കിതാബുകൾ കുട്ടികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ പാടില്ല. അത് ഹറാമാണ്. അത് തോന വേണമെന്നില്ല. വലോബായത്തിൻ, ഒരായത്തിന്റെ അല്പമാണെങ്കിൽ പോലും വകതിരിവില്ലാത്ത കുട്ടികൾക്ക് അതുകൊണ്ട് കളിക്കാനും പിച്ച് ചീന്താനും സൗകര്യം ചെയ്തു കൊടുക്കാൻ പാടില്ല. അത് കുട്ടിയെ കളിപ്പിക്കലല്ല, ഓമനത്തല്ല. നമ്മളാള് ചില കുട്ടിയൊക്കെ തന്നെ തകരാറ്. മൂത്തോല് ഓതാൻ തുടങ്ങിയ അത് പിടിച്ചുകൊണ്ട് വാങ്ങും. എന്നാ ഖുർആൻ ഓതാണെങ്കിൽ ഖുർആൻ തന്നെ കിട്ടണം. വല്ല നോട്ട് ബുക്കൊന്നും കൊടുത്താൽ പോരാ, ഇത് തന്നെ കിട്ടണം. ചെറിയ മക്കൾക്ക് വാശിയാണ്. ഇനിയിപ്പോ ഓനാട് എടുത്തോട്ടെ, ഓടൊന്നും വരൂല എന്ന് വെക്കാൻ പാടില്ലാന്ന്. കുട്ടികളെ ചെറിയ പെരേന്നുള്ള അവസ്ഥ എന്താ പറയാ, പള്ളിക്കത്ത് ഏതായാലും ഉണ്ട്. നമ്മളെ വീട്ടിലൊക്കെ എന്താണ് ചെറിയ ഞങ്ങൾക്ക് നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ അത് തന്നെ കിട്ടണം, പുടിച്ച് മറിക്കുക. അല്ലെങ്കിൽ ഓന്റെ മൂത്തോള് അല്ലെങ്കിൽ മൂത്തോന് ഖുർആൻ ഓതുകയാണെങ്കിൽ അത് തന്നെ കിട്ടണം. അല്ലെങ്കിൽ ഓൻ ഫിഖിന്റെ കിതാബ് ഓതുകയാണെങ്കിൽ അത് തന്നെ കിട്ടണം. എന്നിട്ട് അത് പറിച്ച് ചീന്തി അങ്ങട്ടാക്കി അത് സൗകര്യം ചെയ്തു കൊടുക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. അത് ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട, ഉപ്പമാര് ശ്രദ്ധിക്കേണ്ട കടമ നിർബന്ധമാണ്. ഹറാമാണ്, അല്ലെങ്കിൽ കുറ്റം കിട്ടൂ. ഇനി വേറെ കിതാബത്തുഹു, ഖുർആൻ ഷരീഫിനെ എഴുതലും ഹറാമാണ്. ബിൽ അജമിയത്തി, അറബിയല്ലാത്ത ഭാഷയിൽ. ഇപ്പോ വിവരമില്ലാത്ത ചില ആളുകൾ നമ്മുടെ പത്രപ്രസിദ്ധീകരണങ്ങളിൽ പോലും ചിലപ്പോൾ ഖുർആനിന്റെ ആയത്തുകൾ മലയാളത്തിൽ എഴുതി കാണുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിന്റെ ആശയവിവർത്തനമല്ല, അതിന്റെ തഫ്സീറല്ല. ഖുർആന്റെ കെലിമത്തുകൾ അറബിയല്ലാത്ത ഭാഷയിൽ എഴുതുന്നു. വലിയ വിപത്താണ്. ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. കടുത്ത ഹറാമാ. അത് ഒന്നായിട്ട് കാണുന്നില്ല. ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടി ഖുർആനിന്റെ വചനങ്ങൾ, ആയത്ത് വേണ്ട, കെലിമാത്തുകൾ പോലും അറബിയല്ലാത്ത ഭാഷയിൽ എഴുതാൻ പാടില്ല. ഹറാമ. പണം പോലത്തത് വെക്കലും ഹറാമാ. പണം പോലത്തെ വില പിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ. പിന്നെ പോട്ടം വെക്കണത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആൾക്കാർ പോട്ടം വരെ വെക്കുന്നുണ്ട്. എവിടെ ഫീ മക്തൂബി, ഖുർആൻ എഴുതപ്പെട്ട സ്ഥലത്ത്, ഖുർആനിന്റെ ഉള്ളില്
എന്നല്ല, ഖുർആനിൽ മാത്രല്ല, ഇൽമിൻ ശറഈൻ, ശറഈയായ ഇൽമ എഴുതപ്പെട്ട കിതാബുകൾ പുസ്തകങ്ങളുടെ ഉള്ളിൽ പണം സൂക്ഷിക്കുന്ന പേഴ്സാക്കേണ്ട സാധനമല്ല. അതൊക്കെ ബഹുമാനക്കുറവാണ്. ഖുർആന്റെ ഉള്ളിൽ പൈസ വെക്കുക, കിതാബിന്റെ ഉള്ളിൽ പൈസ വെക്കുക. അപ്പൊ പിന്നെ നിങ്ങൾ ചോദിക്കണ്ട എന്റെ ചട്ടന്റെ ഉള്ളിൽ പൊന്നുണ്ടോന്നതോന്ന്. അതൊക്കെ ആ ഉസ്താദിനോട് ചോദിക്കാവുന്ന, എന്നോട് മസാല ചോദിച്ചാൽ വരണ്ടങ്ങളാരും. അതൊക്കെ ആ ഉസ്താദിനോട് ചോദിക്കാം. അല്ല ഉസ്താദെ, ഖുർആന്റെ ഉള്ളിലും ഇൽമിന്റെ ശറഈയായ ഇൽമിന്റെ കിതാബിന്റെ ഉള്ളിലൊന്നും പൈസ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കടലാസിന്റെ പൈസ മാത്രമാണോ വെക്കാൻ പാടില്ലാത്തത്? അതല്ല കോയിൻസ് വെക്കാൻ പറ്റുമോന്ന് നിങ്ങളൊന്ന് ചോദിച്ചാല്, അത് എനിക്കറിയില്ല, ആരെന്ന് ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങൾ ചോദിക്കുക. ഞാൻ ചെയ്തണെങ്കിൽ എന്നോടും ചോദിക്കാം, നിങ്ങൾക്ക് ആരോടും ചോദിക്കാം അങ്ങനെ പറ്റുമോന്ന്. എഴുതപ്പെട്ടോടത്ത് വെക്കുമ്പോലെ തന്നെ പാടില്ല. ബൈന ഔറാഖിഹി, ആ മുസാഫിന്റെ അല്ലെങ്കിൽ ശറഈയായ ഇൽമ എഴുതപ്പെട്ട കിതാബുകളുടെ കടലാസിനിടയിലും എഴുത്തില്ലാത്തോടത്താണെങ്കിലും. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ആദരവ് കുറവാണ്. നമ്മളൊരു പേഴ്സിന്റെ സ്ഥാനം അതിന് കൊടുത്തിട്ടുള്ളൂ എന്നല്ലേ വരിക? ഒരു പേഴ്സിന്റെ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ എന്നാ വരിക. അതൊക്കെ മുഹമ്മത്ത് കേടാണ്. ഖിലാഫല്ലി ശൈഖിന, എന്നാ ശൈഖിന പറയുന്നു എഴുത്തില്ലാത്ത ചട്ടന്റെ പുറത്തോ, മുഫലിലേക്ക് കയറി ചട്ടന്റെ പുറത്തോ അല്ലെങ്കിൽ എഴുത്തില്ലാത്ത പേജിന്റെ ഉള്ളിലൊക്കെ വെക്കുകയാണെങ്കിൽ ഹറാമ് വരേണ്ടതില്ല എന്നൊരു അഭിപ്രായം ഷെയ്ഖിനൊക്കെ ഉണ്ട്. وفي أنه لم يذكروا في التحفة ولا في شرح الإرشاد الصغير ولا في غيره من كتبه التي بأيدينا حتى أن سد الخلاف إليه. وعبارة التحفة وضعنا بدرهم في مكتوبه به وجعله وقاية ولو لما فيه قرآن فيما يظهر. ثم رأيت بعضهم بعث حل هذا وليس كما زعم عندها. عبارة شرح الإرشاد وجعل نحو درهم في ورقة كتب فيها معظم. بل قوله وضع نحو درهم في مكتوبه صادق بما إذا وضعه بين ورقات كما مر. ഉണ്ടോ? ആശയക്കാരൻ അവിടെ എന്തൊക്കെയോ സംശയമുണ്ട്. ഷെയ്ഖുനക്കും അഭിപ്രായം തന്നെ ഉള്ളതിന്. ചില ആളുകൾ അങ്ങനെ ഷെയ്ഖുന പറഞ്ഞ്, ചില ആളുകൾ പറഞ്ഞ് എഴുത്തില്ലാത്ത കാലി സ്ഥലത്ത് വെക്കുന്നോണ്ട് കുഴപ്പമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഹലാലാണെന്ന് ചിലര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പറഞ്ഞതല്ല കാര്യം എന്നാണ് ഷെയ്ഖുന പറഞ്ഞത്. അപ്പൊ ഷെയ്ഖുനയും ഇവിടെ തന്നെ ജുംഹൂറിന്റെ കൂട്ടത്തിൽ തന്നെ എഴുത്തുണ്ടെങ്കിലും എഴുത്തില്ലെങ്കിലും ശറഈയായ ഒരു എഴുതപ്പെട്ട കിതാബിന്റെ ഉള്ളിൽ ഖുർആന്റെ ഉള്ളിലൊക്കെ പൈസ വെക്കൽ ഹറാമാണ് എന്ന് തന്നെ. തീരൂലേ? ഏതായാലും നമ്മൾ രണ്ടെനിക്കല്ല തുടങ്ങിയത്, അത് തീർക്കണം എന്നൊരു പൂതിയുണ്ട്. കാരണം ഞാൻ ഒരു വിഷയം വെച്ച് എടുക്കാൻ നല്ല വലിയ ശുദ്ധിയിലേക്ക് കടക്കാം അടുത്ത ക്ലാസ്സിൽ. ഇനി അതിന്റെ ബാക്കി തന്നെ. ഇനി ഖുർആൻ ഷരീഫ് വെറുതെ അകാരണമായി പറിച്ചു കീറലും ഹറാമാണ്. അതേ സമയത്ത് ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ പറ്റും. അതാണ് അബസൻ എന്ന് പറയാൻ കാരണം. പിന്നെ കുത്തിബ അലൈഹി, ഖുർആൻ എഴുതപ്പെട്ട കടലാസ് വീഴുന്ന അതും ഹറാമാണ്. കണ്ടോ? എഴുതപ്പെട്ടത് വിഴുങ്ങാൻ പാടില്ല. ഖുർആനിൽ കടലാസിൽ എഴുതിയിട്ട് അത് വായിലിട്ടിട്ടാണ് കീപ്പൊട്ട് വിഴുങ്ങുക, അത് പാടില്ലാണ്. കാരണം എന്താന്ന് വെച്ചാല് ഉള്ളിൽ കടത്തിയാൽ അതിന്റെ ഉള്ളിൽ പരക്കുന്ന നജസല്ലേ, മലായിട്ടും അല്ലാത്ത രക്തായിട്ടും പല തരത്തിലുള്ള മാലിന്യങ്ങളാണ് അതിന്റെ ഉള്ളില്. നമ്മളെ പുറത്ത് പ്രമാണിത്തരൊന്നും ഉള്ളിലില്ല. അപ്പൊ അതിലേക്ക് ആ ഉള്ളിലേക്ക് എഴുത്തുള്ള കടലാസ് പോലത്തതാണ് വിഴുങ്ങിയാൽ ഖുർആന്റെ ഹുറൂഫുകൾ ഈ നജസിൽ കഴറും. അതുകൊണ്ട് അത് പാടില്ല. എന്നാൽ ലാശൂബ് മഹവിഹി, ചവച്ചുന്നോട് കേടില്ലട്ടാ, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു തങ്ങൾ പാപ്പ ഖുർആന്റെ ആയത്തുകൾ ഒറ്റക്ഷരത്തിൽ എഴുതിയിട്ട് ചെറിയ നറുക്കായിട്ട് തന്നാണ്. പക്ഷെ തീരുമ്പോ തങ്ങൾ പാപ്പ ആദ്യം തന്നെ എന്താ പറയാ, നന്നായിട്ട് ചവച്ചിറക്കണം കേട്ടോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ തങ്ങൾ പാപ്പാക്ക് കിതാബിരി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. വിഴുങ്ങാൻ പാടില്ലാന്ന്.
കാരണം വിഴുങ്ങിയാൽ ഖുർആന്റെ ചില കെലിമത്തുകൾ എഴുതിയിട്ടുണ്ട് ഇതില്, അത് വിഴുങ്ങിയാൽ നജസ്സിലാവും, അത് ഹറാമാവും. അതേ സമയത്ത് നന്നായി ചവച്ചിറക്കണം തന്നെ, ചവച്ച് കഴിഞ്ഞാൽ ഇത് അരിഞ്ഞ അക്ഷരം ഇല്ലാതായി പോകും, കീപ്പട്ടിറക്കാൻ കുഴപ്പമില്ല. അതുപോലെ തന്നെ ലാ ശുർബു മഹ്വിഹി, ഖുർആൻ ബട്ടെഴുതി, ബട്ടെഴുതിയിട്ട് പിന്നാണ് എഴുതി, ആ എഴുതിയത് വെള്ളത്തിൽ കലക്കി, ആ കലക്കിയത് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം എന്നാൽ അക്ഷരം പോയി. എന്നാ പിന്നെ ഉന്നത കാര്യം ഖുർആൻ എഴുതി കലക്കി, അതിനുണ്ട് ചങ്ങായി ബർക്കത്ത്, ഈ ബർക്കത്തിന് വേണ്ടി കുടിക്കാനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മാത്രല്ല മദ്ദുൽ മുസ്ഹഫി, മുസ്ഹഫ് കൊള്ളെ കാല് നീട്ടലും ഹറാം. നമ്മള് ഇവിടൊക്കെ ഈ അറബി നാടുകളിൽ വല്ലാത്തൊരു കവലവസ്ഥ, നമ്മുടെ നാട്ടിൽ വല്ലാതെ അങ്ങനെ ആയിട്ടില്ല. മുസാഫ് ഇങ്ങനെ നിലത്ത് അട്ടി വെക്കും, നിലത്ത് എന്ന് പറഞ്ഞാൽ മുസാഫ് തട്ടി ഉണ്ടാവും നിലത്ത് താന്നിട്ട്, എന്നിട്ട് അതിൽ നിറച്ച് മുസാഫ് ഉണ്ടാവും. ചില അമുക്കുകൾ ഉണ്ടാവും കാല് നീട്ടി ഇങ്ങനെ ചാരാനുള്ള ഒരു ബേക്കിലുണ്ടാവും ചെയ്യും പള്ളിയിൽ, നമുക്ക് ഇങ്ങനെ ചാരിയിട്ട് കാല് നീട്ടിയിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്നു. ഇവന്റെ കാലിന്റെ നേരെ ഖുർആൻ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ടാവും, ആ ഖുർആന്റെ നേരെ കാല് നീട്ടൽ ഹറാമാണ്. എപ്പോ മാലം വെക്കുന്നലാ മുർത്തഫഇൻ, ഒരു ഉയരമുള്ള സ്ഥലത്ത് ഖുർആൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാലിന്റെ നേരെ വരുന്നവർക്ക് ഖുർആനാണെങ്കിൽ അതുകൊള്ള കാല് നീട്ടൽ ഹറാമാണ്. മനസ്സിലായല്ലേ? അപ്പൊ അടിയിലെ തട്ടിയിൽ മുസൈഫ് ഒന്നും ഇല്ല, മേലത്തെ മുസൈഫ്. ഇപ്പൊ കാല് നീട്ടിയ താഴത്തേക്കേ നേരിടുള്ളൂ, ഖുർആൻ ഇല്ലാത്തോടത്ത്, എന്നാ കുഴപ്പമില്ല. അതേ സമയത്ത് താഴെ വരെ മുസാഫാണ്, എന്നിട്ട് ആ മുസാഫിന്റെ നേരെ അവന്റെ കാല് ഇങ്ങനെ വരുന്നവർക്ക് കാല് നീട്ടിയിരിക്കൽ ഹറാമാവുന്നു. ഇനി ഖുർആനെ പറ്റി പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറയാൻ അത്ര വയസ്സുൽ ഖിയാമുലഹു, ഖുർആൻ മുസാഫ് കൊണ്ടുവരുന്നത് കണ്ടാൽ ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താക്കപ്പെടും. കൽ ആലിമി, ശരിയായ ഉഖ്റവിയായ ആലിമീങ്ങളെ കണ്ടാൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്. ഏതെങ്കിലും പാസാദും ബിസിനേറ്റ് നടക്കണവനല്ല, ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്നവനെ പറ്റിയേ ആലിമ് എന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളാത്ത തങ്ങൾ പാപ്പ പോലെയുള്ള നല്ല നല്ല മഹാന്മാരെ ഇൽമനുസരിച്ച് അമൽ ചെയ്ത് ജീവിക്കുന്ന മഹാന്മാര്, അതിന് എ പി ഉസ്താദ്, ഇനി ഒരാളെ ഉസ്താദിന്റെ പേര് പറയേണ്ട, ഇപ്പൊ സുലൈമാൻ ഉസ്താദ് തുടങ്ങിയ ഒരുപാട് നല്ല നല്ല ഉസ്താദന്മാരുണ്ട്. ഉള്ളിൽ യാതൊരു ചതിയും വഞ്ചനയും തട്ടിപ്പും ഇല്ലാത്ത ശുദ്ധന്മാരായ എൽമനുസരിച്ച് അമൽ ചെയ്ത് ജീവിക്കുന്ന മഹത്തുക്കൾ, അവരാണ് ആലിമീങ്ങൾ. അവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്. ഓര് നമ്മളോട് എഴുന്നേറ്റ് കിടന്നൊന്നും പറയില്ല, പറയും വേണ്ട, എന്നാലും അവരെ ബഹുമാനിച്ച് എൽമിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കണം. എന്നതുപോലെ ഖുർആൻ കൊണ്ടുവരുന്നുണ്ടാ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തുണ്ട്. അല്ല ബൽ, മാത്രമല്ല ഉലമാവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല, അതിനേക്കാൾ ഔലിയാണ് ഖുർആൻ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ. കാരണം എന്താ, ഈ ആലിമീങ്ങൾക്കൊക്കെ ബഹുമാനം ഉണ്ടായത് ഈ ഖുർആനും അതിൽ നിന്ന് ലഭിച്ച ഇൽമും ഉള്ളത് കൊണ്ടല്ലേ. അപ്പൊ അതിന്റെ ആ ഖുർആന്റെ എന്ന് പറയുന്ന അത് തന്നെ ഉണ്ടാവുമ്പോ പിന്നെ എന്തായാലും ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. ഇനി ഖറാത്താക്കപ്പെടും. ഹർക്കുമാ, ഒന്ന് കഴിച്ചു കളയൽ, കടലാസ് പറഞ്ഞോളി. കുത്തിബ അലൈഹി, ഖുർആൻ എഴുതപ്പെട്ടതിനെ തീയിട്ട് കരിക്കൽ കറാഹത്താവും. എന്തിനു വേണ്ടിയല്ലാതെ അതിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ലാതെ അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ പറ്റും. ഉദാഹരണം, കേടൊന്ന് നന്നാക്കാൻ പറ്റാത്ത ആൾക്ക് കേടൊന്ന് കീറി പറഞ്ഞാണ്, കുറെ സമയമൊക്കെ ഓരോ കെട്ടി വെച്ചു നോക്കി, പിന്നെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാവുകയാണ്. എലി കൊണ്ടുവന്നിട്ടിട്ടും അല്ലാതെ അവിടെ തട്ടി വീണിട്ടും ഇവിടെ തട്ടി വീണിട്ടും ഇനി എന്താ കാട്ടുക? നല്ല കിണറുണ്ട്, നല്ല വെള്ളമുള്ള കിണർ, ഒരു കെട്ടാക്കിയിട്ട് വല്ല കല്ല് പോലത്തെ കൂട്ടി കെട്ടിയിട്ട് അതിലിട്ട് ആ കിണറ്റിൽ അങ്ങനെ താഴ്ന്നു കിടന്നാൽ കുറെ കാലം കൊണ്ട് ആ വെള്ളത്തിൽ അതാണ് ലയിച്ചു വയ്ക്കോളും. എന്നാ അങ്ങനെ വേണ്ടത്. അതിനൊന്നും സൗകര്യമില്ല. ടൗണിലാണ്, ഫ്ലാറ്റ് സംവിധാന, അവിടെ കിണറൊന്നുമില്ലല്ലോ. ആകെ ഉണ്ടാകുക ചെറിയ ടാങ്കി, അതിലിത് കെട്ടിയതാനായിട്ട് പറ്റൂല. അങ്ങനെ വന്ന് കുടുങ്ങുമ്പോ എന്നാ പിന്നെ ഇത് നജസ്സിലും അഴുക്കിലും അവിടെയും പടി പോയി വികാതെക്കാനുള്ള വജ്ജിപ്പം ഞാൻ അതേ ഉള്ളൂ എന്ന് കാണുമ്പോ എന്ത് ചെയ്യാ? കരിക്കാം. അല്ലാതെ ഇങ്ങനെയുള്ളൊന്നും അത്യാവശ്യമില്ലാത്ത സമയത്ത് മുസാഫ് കരിച്ചു കളയൽ പാടില്ല. മുസാഫ് എന്നല്ല, ഖുർആൻ എഴുതപ്പെട്ട നോട്ട് ബുക്ക് വരെ അങ്ങനെ തന്നെ. ഔല, അങ്ങനെ വേണ്ടി വന്നാൽ കഴുകിക്കളയാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അത് ഇപ്പത്തെ മുസാഫ് പറ്റൂല. മുമ്പൊക്കെ കയ്യെഴുത്ത അബീബന്മാരെ, ഖുർആന് കയ്യെഴുത്താണ്. കയ്യോണ്ട് എഴുതുന്ന മഷി നനച്ചിങ്ങനെ കുറെ നേരം വെള്ളത്തിൽ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ ഒരച്ചു കൊടുത്ത ആ എഴുത്ത് ഇങ്ങനെ മാഞ്ഞു പോവും. ഇപ്പൊ ഈ പ്രിന്റ് ചെയ്യുന്നുണ്ടോ, എഴുതിയാ മാഞ്ഞോട്, അത് മാഞ്ഞൂല. അങ്ങനെ വന്നാൽ പിന്നെ കരിക്ക് തന്നെ, വേറെ മാർഗമില്ലെങ്കിൽ അതേ ഉള്ളൂ.
വയഹറുമുബിൽ എന്ന് പറയാം. കൂട്ടത്തിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ ശുദ്ധിയുള്ളവർക്കും ചെറിയ ശുദ്ധിയുള്ളവർക്കും ഹറാമായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി കൂട്ടത്തിൽ വലിയ ശുദ്ധിയുള്ളവർക്ക് മാത്രം ഹറാമാവുന്നതും ചെറിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമാകാത്തതുമായ കാര്യം. വയഹറുമുബിൽ ജനാബത്തി, ജനാബത്ത് കൊണ്ട് ഹറാമാകും. അൽ മഖ്സൂഫിൽ മസ്ജിദി, പള്ളിയിൽ താമസിക്കൽ. താമസിക്കുക എന്ന് പറഞ്ഞാൽ അടങ്ങി നിൽക്കുക. ഇരിക്കാനും വേണ്ടിയില്ല, കിടക്കുകയാലും വേണ്ടിയില്ല, നിൽക്കുകയാലും വേണ്ടിയില്ല. കടന്നു പോണോട് കരുതിയ എന്നർത്ഥം. ഈ വാതിക്ക് കൂടെ എങ്ങനെ കയറിയിട്ട് അങ്ങേപ്പുറത്ത് കൂടെ എങ്ങനെ ഇറങ്ങിപ്പോവാണ്. മുറൂറ് ഇല്ലാബിലിസബിയിൽ എന്ന് ഖുർആൻ പറഞ്ഞേക്ക് അങ്ങനെ വഴി കടന്നു പോവുകയാണെങ്കിൽ തർക്കമില്ല. അവിടെ താമസിക്കാൻ പാടില്ല. എന്നറിയാൻ നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പാടില്ല. അത് ഹറാമാണ്. മാത്രമല്ല ഖിറാഅത്തു ഖുർആനിൻ, നേരത്തെ തൊടൽ ഹറാമാണെന്ന് പറഞ്ഞു. ഇവിടെ വലിയ ശുദ്ധിയുള്ളവർക്ക് തൊടുന്നതിന് പുറമെ ഖുർആൻ ഓതലും ഹറാമാണ്. ബിഖസ്ദി, ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തോടു കൂടി, അതേസമയത്ത് ദിക്ർ എന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ വിറുദ് എന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ ദുആ എന്ന ഉദ്ദേശത്തോടു കൂടി ചെല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല. വലവുഭാഗ ആയത്തിന്റെ ഒരു ആയത്തിന്റെ അല്പഭാഗമാണെങ്കിലും ഖുർആൻ ഓതുക എന്ന ഉദ്ദേശത്തോടു കൂടി പാടില്ല, ഹറാമാണ്. എങ്ങനെ ഹറാമാണ്? ബിഹൈസു യുസ്മിഉ നഫ്സഹു, സ്വന്തം ശരീരത്തെ കേൾപ്പിക്കുന്ന നിലക്ക്, അല്ലെങ്കിൽ ബിഹൈസു യസ്മഉ നഫ്സുഹു, അങ്ങനെ വായിക്കാം. സ്വന്തം നഫ്സ് കേൾക്കുന്ന നിലക്ക്, അവനാന്റെ തടി കേൾക്കുന്ന നിലക്ക് ഓതൽ ഹറാമാണ്. അതില്ലാതെ മനസ്സിൽ നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഇഷ്കാലുണ്ട്. ഒരു ഹാഫിളത്ത് ഖുർആൻ ഹിഫ്ളുള്ള ഒരു പെണ്ണ് പ്രസവിച്ച് കിടക്കുകയാണ്. 40 ദിവസം നിഫാസ് ഉണ്ട് നോക്കിക്കോളി. 40 ദിവസം വരെ ഖുർആൻ ഓതാതെന്ന ഹിഫ്ളുള്ള ആളുകളുടെ ഹിഫ്ളിന് മറവ് വെച്ചു. അപ്പൊ ഈ മറവി വരാതിരിക്കാൻ ഇയാൾ എന്താ വേണ്ടത്? മനസ്സിന് നടത്തിക്കോട്ടെ, ശരീരത്തെ കേൾപ്പിക്കുന്ന നിലക്ക് പറയാൻ പാടില്ല എന്നുള്ളൂ. ഇനി അതല്ല 15 ദിവസം ഹൈഫുള്ള ഒരു പെണ്ണാണ്, 15 ദിവസം തുടർച്ചയായിട്ട് ഖുർആൻ തീരെ ഓതാതെന്ന ഹൈഫുള്ളവർക്ക് മറവി പറ്റും. അവർക്കും എന്ത് നടത്താം? മനസ്സിൽ നടത്താം. നാവ് കൊണ്ട് ചലിപ്പിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരീരം കേൾക്കുന്ന നിലക്ക് പറയുമ്പോഴേ ഓതുക എന്ന് സാങ്കേതികമായി പറയും, അതാ ഹറാമ്. സ്വന്തം ശരീരത്തെ കേൾപ്പിക്കാൻ പറ്റാത്ത നിലക്ക് നാവനക്കുകയോ മനസ്സുകൊണ്ട് മാത്രം ചെല്ലുകയോ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. വലൂസുബിയൻ, കണ്ടോ, ഖുർആൻ എന്ന ഉദ്ദേശത്തോടു കൂടി വലിയ ശുദ്ധിയുള്ളവർക്ക് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞ കുട്ടികൾക്കാണെങ്കിലും പാടില്ല എന്നാ. അപ്പൊ നേരത്തെ പറഞ്ഞതോ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫത്വ കൊടുത്ത് എതിരാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏത്? ആ ഫത്വ അനുസരിച്ച് വലിയ ശുദ്ധി ഉണ്ടെങ്കിലും കുട്ടികൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ തൊടാം എന്ന് പറഞ്ഞതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ഓതാം എന്ന അഭിപ്രായമുണ്ട്. കാരണം ആ കുട്ടിക്ക് തക്ലീഫില്ലല്ലോ. അതുകൊണ്ട് രക്ഷിതാവ് അനുവദിക്കാൻ പാടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഷർത്ത് പറഞ്ഞാൽ കുട്ടികളുടെ പഠനത്തിൽ അത് പ്രതിബന്ധമാകണ്ട എന്ന നിലക്ക് കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഓതുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് നേരത്തെ പറഞ്ഞ തൊടുന്നതാണ്. ഇവിടെ പറയുന്നത് ഓതുന്നതാണ്. അവിടെ പറഞ്ഞല്ലോ ജനാപത്തുണ്ടെങ്കിലൊന്ന്. അപ്പറഞ്ഞ പറയുന്നത് കുട്ടിയാണെങ്കിലും സ്വന്തം ശരീരത്തെ കേൾപ്പിച്ചുകൊണ്ട് ഓതാൻ പാടില്ല. പഠിക്കാമാണെങ്കിൽ ശരീരം കേട്ടോളൊന്നുമില്ലല്ലോ, മനസ്സിൽ നടത്തിയാ പോരെ, അതല്ലെങ്കിൽ നാവനക്കിയാ പോരെ, ശബ്ദം കേൾക്കണ്ടല്ലോ എന്ന്. ഇനി ഹൈവ് പോലത്തെ ഹൈവ്, നിഫാസ് എന്നിവ കൊണ്ടും എന്താണ്? ഹറാമാണ്. ജാബി ഖുറൂജ് തൊൽക്കിൻ എന്ത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പ്രസവരക്തം പുറപ്പെടാൻ തുടങ്ങൽ കൊണ്ടിട്ടില്ല. പ്രസവരക്തം എന്ന് പറഞ്ഞാൽ നിഫാസ് അല്ല. തൊൽക്ക് എന്ന് പറഞ്ഞാൽ പ്രസവവേദന തുടങ്ങിയിട്ട് കുഞ്ഞ് പൂർണ്ണമായി പ്രസവിച്ച് തീരുന്നതിന്റെ ഇടക്ക് വരുന്ന രക്തത്തിനൊക്കെയാണ് ഈ തൊൽക്ക് എന്ന് പറയുന്നത്. ആ പ്രസവവേദന തുടങ്ങിയാണ് തന്നെ ഒരു സ്ത്രീക്ക് തുടങ്ങി, കുട്ടി പൗതി ഭാഗം പുറത്തു വന്നപ്പോൾ അതൊക്കെ തൊൽക്കാണ്. എന്തല്ല, നിഫാസ് അല്ല. നിഫാസ് എന്ന് പറയണമെങ്കിൽ കുട്ടി പൂർണ്ണമായും പുറത്തു വന്നതിന് ശേഷം ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്നതിനെ നിഫാസ് എന്ന് പറയുള്ളൂ, അതിന്റെ മുമ്പുള്ളത്. അതുകൊണ്ട് എന്താകുന്നില്ല, ഈ തെൽക്ക് പുറപ്പെടുന്നത് കൊണ്ടിട്ട് ആള് വലിയ ശുദ്ധിയക്കാരനാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ സമയത്ത് ഓതുന്നതോട് കുഴപ്പമില്ല. എന്താണ് ഹറാമാവുക? സ്വലാത്തുൻ, നേരത്തെ പറഞ്ഞേക്കേണ്ട നിസ്കാരം ഹറാമ്, ഖിറാഅത്തുൻ ഓത്ത് ഹറാമ്. മാത്രമല്ല ഇവിടെ ഏറെ വസൗമുൻ, ഇവിടെ ഏർപ്പത നോമ്പും ഹറാമ. അതിപ്പോ ഹൈള് നിഫാസ്, അതാണ് ഹൈള് പറഞ്ഞത്. ഹൈള് നിഫാസിന്
കൊണ്ട് ഹറാമാവുന്ന നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ഏതുകൂടി നോമ്പും കൂടി ഹറാമാണ്. വേജിബു ഖളാഉഹ, പക്ഷേ കൂട്ടത്ത് പറഞ്ഞപ്പോൾ മസലയിൽ പറയാന്നുള്ളൂ. വേജിബു ഖളാഉഹു എന്നാൽ നോമ്പ് നോൽക്കൽ ഹറാമാണെങ്കിലും അത് പിന്നീട് ഖളാ വീട്ടൽ വുജൂബാണ്. എന്താ അങ്ങനെയെന്ന് ചോദിക്കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെയാ കൽപ്പിച്ചത് തന്നെ എന്റെ കാരണം. എന്നാൽ സൗമ് ഖളാ വീട്ടൽ വുജൂബാണ്, സ്വലാത്ത് അങ്ങനെയല്ല. സലാത്ത് ഖളാ വീട്ടൽ വുജൂബില്ല, നിസ്കാരം ഖളാ വീട്ടൽ വുജൂബില്ലാന്ന്. നിസ്കാരം ഖളാ വീട്ടൽ വുജൂബില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഖളാ വീട്ടാൻ പറ്റുമോ? വുജൂബില്ലെങ്കിലും ഖളാ വീട്ടാൻ പറ്റുമോ? ലാല ബൽ, മാത്രമല്ല നിസ്കാരം ഖളാ വീട്ടൽ വുജൂബില്ലെന്ന് മാത്രമല്ല, യഹ്റുമു ഖളാഉഹ, നിസ്കാരം ഖളാ വീട്ടൽ ഹറാമ് തന്നെയാകും എന്നാണ് അലൽ ഔജുഹി, മുഅ്തമദായ വജ്ഹ് അനുസരിച്ച്, ശാഫിഈ മദ്ഹബിലെ പ്രബലമായ മദ്ഹബ് അനുസരിച്ച് ഖളാ വീട്ടൽ ഹറാമ് തന്നെയാണ് നിസ്കാരം. അതേ സമയത്ത് നോമ്പ് ഖളാ വീട്ടൽ വുജൂബും ആവുന്നു. അതാണ് പറഞ്ഞാൽ പൂർത്തിയായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അതാ വിശദീകരണം കുറച്ച് വേഗം ഓതി തീർത്ത്. ഇനി ഇൻഷാ അല്ലാഹ് വലിയ അശുദ്ധിയുടെ കാരണങ്ങളും അതിൽ നിന്ന് ശുദ്ധിയാക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇൻഷാ അല്ലാഹ് പിന്നീട് റബ്ബ് തൗഫീഖ് ചെയ്താൽ തുടർന്നുള്ള ദർസുകളിൽ നമുക്ക് ഓതാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി കുറച്ചു നേരം നമുക്ക് എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും തരുമാറാകട്ടെ. അറിയാതെയൊക്കെ തെറ്റുകൾ വ്യത്യാസങ്ങൾ ഒക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പിഴവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഉണർത്തി തരുമാറട്ടോ. ഞാൻ അങ്ങനെ ഒരു ജാതി സുമാറോ ഒത്തൊക്കെ ഓതാണ്. വിവരമുള്ള ഉസ്താദന്മാരാരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പിഴവൊക്കെ കാണുമ്പോ അതൊക്കെ ഉണർത്തി തരണം. അതും ഒരു സേവനമാണ്. ഇതൊന്നും കഴിഞ്ഞിട്ട് ചെയ്യല്ല. ജുഹ്ദുൽ മുഖില് എന്നാണ് ഇതിന് പറയാ. ഇല്ലാത്ത ഉള്ളതിൽ ഒരു അവനെ അങ്ങനെ ഉണ്ടല്ലോ, ആകെ ഒരു റൊട്ടിയുണ്ട്, 3 റൊട്ടി ഇട്ടിയാൽ തന്നെ പള്ളറിയാത്തവർക്ക് ഒരു റൊട്ടി ഉണ്ട് ഒരാളെ കഴിച്ച്. അപ്പൊ വേറൊരാൾ ഒന്ന് കയ്യാട്ടി, ആ കയ്യാട്ടിയപ്പോ ഉള്ള റൊട്ടിന്റെ ഒരു കഷ്ണാണ് മുറിച്ചു കൊടുത്തു. ഓ, അയാള് വലിയ ധർമ്മക്കാരനല്ലേ എന്നല്ല, അയാളത്തെ ആകത്തില്ല. അയാൾക്ക് 3 റൊട്ടി ഇട്ടിയാൽ തന്നെ ഒരു സമയത്ത് തിന്നും. പക്ഷെ ഇപ്പൊ കിള്ള ആ കയ്യിൽ ഒന്നേ ഉള്ളൂ, ഉള്ളതിന്റെ ഒരു കഷ്ണാണ് കൊടുത്തേക്ക്, അത്രേ ഉള്ളൂ. വലിയ വലിയ ആലിമീങ്ങളായ ഉസ്താദന്മാരൊക്കെ ഇതിൽ അപ്പുറത്ത് ഇങ്ങനെ ഒളിച്ചു കുത്തിരക്കുണ്ട്. ഇന്നെ പോലത്തെ ഒരു സാധു ജാഹിൽ ഇങ്ങനെ ഒച്ചമ്പിളിയാക്കണെന്ന് എഴുതിയിട്ട് ഇൽമുണ്ടായിട്ടാണെന്ന് ആരും വിചാരിക്കണ്ട. ജുഹ്ദുൽ മുഖിലിനെ കണക്കൂട്ടണ്ടേ ഉള്ളൂ. അപ്പൊ പിഴവുകളോ പോരായ്മകളോ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉസ്താദന്മാർ ഉണർത്തിത്തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇനി ചോദ്യകർത്താക്കൾക്ക് മൈക്ക് കൈമാറുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.